ഗുഡ് ഈവനിങ് ഓൾ. I+ ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ NVT മാത്തമാറ്റിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കറിയാം ഇപ്പൊ HSST മാത്സിന്റെ എക്സാം കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലെ. വളരെ റീസെന്റ് ആയിട്ട് മെയ് 5-ാം തീയതി നമ്മുടെ എക്സാം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിനുശേഷമാണ് ഇപ്പൊ നമ്മുടെ NVT മാത്തമാറ്റിക്സിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് നമുക്ക് അറിയാൻ സാധിച്ചത് അല്ലെ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് വളരെ വലിയൊരു സുവർണാവസരമാണ്. കാരണം HSST എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് അറ്റൻഡ് ചെയ്തവരുണ്ടാകാം. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് കുറച്ചും കൂടി പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ടാകാം. നമുക്കിപ്പോ എക്സാം കഴിഞ്ഞ് HSSTയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട മെസ്സേജസ് വന്നിട്ടുണ്ട്. അപ്പം ഒരുപാട് പേര് ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും കുറച്ചും കൂടി പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അല്ലെ, കുറച്ചും കൂടി എനിക്കൊന്ന് നോക്കാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്കത് നന്നായിട്ട് ചെയ്യായിരുന്നു, നന്നായിട്ട് എഴുതായിരുന്നു എന്നൊക്കെ. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പ്രത്യേകിച്ച് ഒരു വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പൊ നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് NVT മാത്തമാറ്റിക്സ്. അപ്പൊ NVT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നോൺ വൊക്കേഷണൽ ടീച്ചർ ആണ് അല്ലെ. NVT നമ്മുടെ VHSCയിലേക്ക് നമ്മുടെ +1 +2 VHSC സ്കൂളുകളിലേക്കുള്ള അധ്യാപക നിയമനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരീക്ഷ എഴുതുന്നത്. ശരിയാണല്ലോ. അപ്പോ ഈ എക്സാമിന്റെ ഇതിനെ പറ്റിയുള്ള ഒരു മിനിമം ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത്, നമ്മുടെ ഡയറക്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ്, സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. ആൻഡ് ഇതിന്റെ ഒരു സാലറി സ്കെയിൽ എന്ന് പറയുന്നത് ഒരു 45,600 മുതൽ ഒരു 95,600 വരെയാണ് ഇതിന്റെ ഒരു സാലറി സ്കെയിൽ വരുന്നത്. ഓക്കെ, ആൻഡ് ഇപ്പൊ ഏറ്റവും അവസാനം നടന്നിരിക്കുന്നത് NVT ജൂനിയർ ആണ്. ഓക്കെ, അതിന്റെ റാങ്ക് ലിസ്റ്റ് 2024 സെപ്റ്റംബർ 12-നാണ് ആ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ലിസ്റ്റ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാലാവധി കഴിഞ്ഞിട്ടില്ല. ആ ലിസ്റ്റ് നിലവിലുള്ള ഒരു ലിസ്റ്റ് ആണ്. ഓക്കെ, പിന്നെ നമ്മുടെ ഈ എക്സാമിന്റെ അതായത് ഏറ്റവും അവസാനം കഴിഞ്ഞ NVT ജൂനിയർ ആണ്. അപ്പൊ അതിന്റെ അന്ന് നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് 15/6/2023 എക്സാം OMR ആയിട്ടുള്ള എക്സാം ആയിരുന്നു. ഇപ്പൊ നമുക്കറിയാം റീസെന്റ് ആയിട്ട് കഴിഞ്ഞിരുന്ന HSST എക്സാം ഒക്കെ ഓൺലൈൻ ആയിട്ടുള്ള എക്സാം ആയിരുന്നു. പക്ഷെ NVT ഏറ്റവും അവസാനം കഴിഞ്ഞിട്ടുണ്ടായിരുന്ന NVT ജൂനിയർ ആണെങ്കിലും NVT സീനിയർ ആണെങ്കിലും അതൊരു ഓഫ്ലൈൻ എക്സാം ആയിരുന്നു. നമ്മൾ നമ്മുടെ OMR ഷീറ്റിൽ ബബിൾ ചെയ്യായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഡിഫറൻസ് ഇത് തമ്മിലുള്ളത്. അതിന്റെ ഷോർട്ട് ലിസ്റ്റ് 9/4/2024 പബ്ലിഷ് ചെയ്തു. അതിനുശേഷം ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് 12/9/2024 റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ HSST എക്സാമും NVT എക്സാമും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സിലബസ് ഓൾമോസ്റ്റ് സെയിം സിലബസ് ആണ്. നമ്മൾ എന്താണോ HSSTയുടെ സിലബസിൽ കണ്ടിട്ടുള്ളത് അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ NVTയുടെ സിലബസിലും ഉണ്ടാകുക. അതേപോലെ എക്സാം പാറ്റേണിലാണെങ്കിലും മുന്നേ നടന്നിരുന്നത് ഞാൻ പറഞ്ഞു HSST ഇപ്പൊ ഓൺലൈൻ ആക്കി. അതേപോലെ NVT അവസാനം നടന്നിരുന്നത് ഓഫ്ലൈൻ ആണ്. അപ്പൊ ഇനി വരാൻ പോകുന്ന പരീക്ഷ ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ എന്ന് നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു ഡിഫറൻസ് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമ്മുടെ എക്സാം പാറ്റേണിലാണെങ്കിലും സിലബസിലാണെങ്കിലും വളരെ സിമിലാരിറ്റി ഉള്ള ഒരു എക്സാം ആണ് നമ്മുടെ ഈ NVT മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമ്മുടെ മുന്നിൽ വീണ് വന്നിരിക്കുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇതെന്നുള്ളത്. അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എങ്ങനെ നമുക്ക് ഈ NVT എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ ഈ എക്സാം ക്രാക്ക് ചെയ്യാം, എങ്ങനെ നമുക്കൊരു നല്ലൊരു ജോലി കരസ്ഥമാക്കാനൊക്കെ ഉള്ള കാര്യങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പം നമ്മൾ ആദ്യം നോക്കേണ്ടത് അതിന്റെ സിലബസ് ആണ്. നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പം വെറുതെ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചത് കൊണ്ട് നമുക്ക് യാതൊരുവിധ ബെനഫിറ്റും ഉണ്ടാവണമെന്നില്ല. നമ്മൾ ചിലപ്പം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാകും. നമ്മുടെ പകുതി ഹാർഡ് വർക്ക് നടത്തിയ ഒരാൾക്കായിരിക്കാം ചിലപ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും വൈസോ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അല്ലെ. അപ്പൊ നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ടുണ്ടാവും, ഒരുപാട് സമയം നമ്മൾ പഠിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ എന്തൊക്കെയോ പഠിക്കുകയാണ്, വലിച്ചു വാരി കുറെ കാര്യങ്ങൾ പഠിക്കുകയാണ്. അങ്ങനെ പഠിക്കുന്നതിലല്ല നമുക്കൊരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുക. നമുക്ക് ഇവിടെ ആവശ്യം സ്മാർട്ട് വർക്ക് ആണ്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഏതൊരു എക്സാം ആണെങ്കിലും അതിന്റെ സിലബസ് അറിഞ്ഞ് സിലബസ് മനസ്സിലാക്കി അതനുസരിച്ച് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് PGയുടെ സിലബസ് ആണ്. നമ്മുടെ 10 കോർ പേപ്പർ ആണ്. നമ്മുടെ എക്സാമിനെ പറ്റി ഞാൻ പറഞ്ഞു HSST പോലെ തന്നെയാണ് 100 മാർക്സിന്റെ എക്സാം ആയിരിക്കും. അതിൽ 70 മാർക്സ് എന്ന് പറയുന്നത് നമ്മുടെ പേപ്പർ മാത്തമാറ്റിക്സിനകത്ത് 70 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. നമുക്കറിയാം പ്രധാനമായിട്ട് 10 മൊഡ്യൂൾസ് ഉണ്ട് അല്ലെ. ഏതൊക്കെയായിരുന്നു? ലീനിയർ ആൾജിബ്ര ഉണ്ട്, റിയൽ അനാലിസിസിന്റെ 2 മൊഡ്യൂൾ ഉണ്ട്, അബ്സ്ട്രാക്ട് ആൾജിബ്രയുടെ 2 മൊഡ്യൂൾ ഉണ്ട്, ദെൻ കംസ് ടോപ്പോളജി, ഫങ്ഷണൽ അനാലിസിസ്, കോംപ്ലക്സ് അനാലിസിസ്, പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതിനകത്ത് ODE ആൻഡ് PD ഉണ്ടാകും. And last comes number theory.
ഇത്രയും മൊഡ്യൂൾസ് ആണ് നമ്മുടെ മുന്നിലുള്ളത് മാത്സ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അതിനുശേഷം വരുന്ന 30 മാർക്ക്, ആ 30 മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ പേപ്പർ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ടോട്ടൽ 100 മാർക്സ് വരുന്നത്. അപ്പൊ 100 മാർക്ക് 100 ചോദ്യമാണ്. ആൻഡ് 1.5 മണിക്കൂറായിരിക്കും നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള നമുക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, 100 ക്വസ്റ്റ്യനും 90 മിനിറ്റും ആണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് പോലും സമയമില്ല എന്നാണ് അതിനർത്ഥം. അപ്പൊ നമ്മൾ അത്രയും വേഗം ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഓക്കെ, നമ്മൾ സെറ്റ് എക്സാം ഒക്കെ എഴുതുമ്പോൾ ആസ് ഓഫ് നൗ സെറ്റ് എക്സാമിന് ഒന്നും എന്ത് വന്നിട്ടില്ല, നെഗറ്റീവ് മാർക്കിംഗ് വന്നിട്ടില്ല. നമുക്കറിയാം നമ്മുടെ നെറ്റ് എക്സാമിന് മാത്രമേ നെഗറ്റീവ് മാർക്കിംഗ് നമ്മളെ അഫക്ട് ചെയ്യാറുള്ളൂ. അപ്പൊ സെറ്റ് എക്സാം എഴുതുമ്പോഴാണെങ്കിലും നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. പക്ഷെ നമ്മുടെ PC എക്സാമിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തുണ്ട്, നെഗറ്റീവ് ഉണ്ട്. അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് ശരിയാണെന്ന് നമ്മൾക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അത് അറ്റൻഡ് ചെയ്യാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടിയ സ്കോറും കൂടെ എന്തായി പോകും, കുറഞ്ഞു പോകും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ എക്സാം 100 മാർക്സിനാണ്, 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 1.5 മണിക്കൂറാണ്. ആൻഡ് ഈ 1.5 മണിക്കൂറിൽ നമ്മൾ കവർ ചെയ്യേണ്ട സിലബസ് അതെന്താണെന്ന് അറിഞ്ഞിട്ടേ നമ്മൾ ഈ എക്സാമിന് പഠിക്കാൻ തുടങ്ങാവുള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ ആ സിലബസിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനിലേക്കാണ് പോകുന്നത്. അപ്പൊ ഓരോ സിലബസിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് HSST എക്സാം ആണല്ലോ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ NVT അവസാനം നടന്നിരുന്നത് 2024 പരീക്ഷ നടന്നിരുന്നത്. അപ്പൊ സിലബസ് ഒക്കെ സെയിം ആയതുകൊണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് HSSTയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് റെഫർ ചെയ്ത് പഠിക്കാം, ആസ് വെൽ ആസ് NVTയുടെ PYQs നമുക്ക് റെഫർ ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പൊ റീസെന്റ് നടന്ന HSST എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യം കൊണ്ടുവരുന്നത്. ഓക്കെ, അതായത് ഓരോ മൊഡ്യൂളിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഇത്തവണ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതെന്ന്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് മൊഡ്യൂൾ ആണ് നമ്മുടെ ലീനിയർ ഓൾജിബ്ര എന്ന് പറയുന്നത്. അപ്പൊ ലീനിയർ ഓൾജിബ്ര 7 മാർക്സിനുണ്ട്. നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം പഠിക്കാൻ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു പേപ്പറും എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും വരുന്ന ഒരു പോർഷനാണ്, ഒരു മൊഡ്യൂളാണ് ലീനിയർ ഓൾജിബ്ര. നമ്മൾ ഇതിന്റെ ഏറ്റവും ബേസിക് എന്ന് പറയുന്നത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മുടെ +2 നമ്മൾ മെട്രിക്സിൽ നിന്ന് തുടങ്ങുന്നതാണ്. അപ്പൊ മെട്രിക്സും ഡിറ്റർമിനന്റും നമ്മൾ +2 പഠിക്കുന്നതാണ്. ആൻഡ് ആ ഒരു +2 ലെവലിൽ വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ നമ്മുടെ ഈ എക്സാംസിന്, HSST എക്സാമിനാണെങ്കിലും NVT എക്സാമിനാണെങ്കിലും ഒക്കെ ചോദിച്ചു കാണാറുണ്ട്. ഓക്കെ, അപ്പൊ 7 മാർക്സ് ആണ് നമ്മുടെ ഈ ലീനിയർ ഓൾജിബ്രയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് വെക്ടർ സ്പേസ്, സബ് സ്പേസ്, ലീനിയർ ഡിപെൻഡൻസ്, ബേസിസ്, ഡയമെൻഷൻ, ഓൾജിബ്ര ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ്, ഓൾജിബ്ര ഓഫ് മെട്രിസസ്, rank and determinant of matrices, linear equations, eigenvalues and eigenvectors, Cayley-Hamilton theorem, matrix representation of linear transformations, change of basis, canonical forms, diagonal forms, triangular forms, rational forms, Jordan forms, inner product spaces, orthonormal basis and quadratic form. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ലീനിയർ ഓൾജിബ്ര എന്ന് പറയുന്ന മൊഡ്യൂളിൽ നമുക്ക് സിലബസിൽ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഏറ്റവും അവസാനം കഴിഞ്ഞ എക്സാമിന് ഇതിനകത്ത് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ഒന്ന് വെക്ടർ സ്പേസ് ആണ്. അപ്പൊ ഈ വെക്ടർ സ്പേസിൽ തന്നെ മെയിൻ ആയിട്ട് നമ്മുടെ ഫൈനൈറ്റ് വെക്ടർ സ്പേസിന്റെ കാർഡിനാലിറ്റി റിലേറ്റഡ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഓൾജിബ്ര ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ്. ഓക്കെ, അതായത് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് മെട്രിക്സ് സ്റ്റാൻഡേർഡ് ഓർഡർ ബേസിസ് ആകാം. ഓക്കെ, അത് റിലേറ്റഡ് ആയിട്ടുള്ള റിലേറ്റീവ് മെട്രിക്സ് എഴുതാനാകാം. അങ്ങനെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് റീസെന്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഒരു പോർഷൻ ആണ് റാങ്ക് ആൻഡ് ഡിറ്റർമിനന്റ് ഓഫ് മെട്രിസസ്. അപ്പൊ ഈ ഒരു പോർഷൻ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നമ്മൾ +2 ലെവലിൽ നമ്മൾ പഠിക്കുന്നതാണ് ഈ മെട്രിക്സിന്റെ റാങ്കും ഡിറ്റർമിനന്റും ഒക്കെ റിലേറ്റഡ് ആയിട്ട്. റാങ്ക് ഇപ്പൊ നമ്മൾ ഓക്കെ ഡിഗ്രിക്ക് ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക റാങ്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ബട്ട് ഡിറ്റർമിനന്റ് കാണാൻ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. അപ്പൊ അവിടെ നിന്നൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നടന്നിട്ടുള്ള എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതേപോലെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഭാഗമായിരുന്നു ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്ടേഴ്സ്. ഈ ഒരു ടോപ്പിക്കിൽ നിന്നും എക്സാമിന് ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതേപോലെ വന്നിരിക്കുന്ന ഒരു പോർഷൻ ആണ് മെട്രിക്സ് റെപ്രസെന്റേഷൻ ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ്. യെസ്, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞിരുന്നു അവിടെ ആരെയും കൂടെ നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കണം. മെട്രിക്സ് റെപ്രസെന്റേഷൻ, നമ്മുടെ മുന്നിലേക്ക് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അതിന്റെ മെട്രിക്സ് റെപ്രസെന്റേഷൻ എഴുതാം, തിരിച്ചൊരു മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നതെങ്കിൽ എങ്ങനെ അതിന്റെ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് നമുക്ക് മാറ്റാം, അങ്ങനെയുള്ള കാര്യങ്ങളും
നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെയാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള പോർഷൻ ഓർത്തോ നോർമൽ ബേസിസ്. നമുക്കറിയാം നമ്മുടെ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് നമ്മൾ ബേസിക്കലി ലീനിയർ ആൾജിബ്രയിലും പഠിക്കുന്നുണ്ട്, മോർ ഓവർ എവിടെയും പഠിക്കുന്നുണ്ട്, ഫങ്ഷണൽ അനാലിസിസിലും പഠിക്കുന്നുണ്ട്. ശരിയില്ല. അപ്പൊ അതിൽ ഓർത്തോ നോർമൽ ബേസിസ് എന്ന് പറയുന്ന ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നടന്ന എക്സാമിന് ഇത്രയും പോർഷൻസിൽ നിന്നാണ് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ലീനിയർ ആൾജിബ്ര നമുക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പറാണ്. നമ്മൾ ഡിഗ്രിക്ക് തൊട്ടേ നമ്മൾ പരിചയമുള്ള ഒരു പേപ്പറാണ്. അത്ര ബുദ്ധിമുട്ടിക്കുന്ന ഒരു പേപ്പറും അല്ല. അപ്പൊ നമുക്ക് അത്യാവശ്യം ഈ ഇത്രയും പോർഷൻസ് സ്ട്രെസ് ചെയ്ത് നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഭാഗങ്ങളാണ്. ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 7 മാർക്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാകും. ഓക്കെ, അടുത്ത മൊഡ്യൂൾ ആണ് ആര്? റിയൽ അനാലിസിസ്. ഓക്കെ, അപ്പൊ റിയൽ അനാലിസിസ് നമുക്കറിയാം 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ റിയൽ അനാലിസിന് 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പൊ റിയൽ അനാലിസിസിലെ ഫസ്റ്റ് പാർട്ടാണ് മൊഡ്യൂൾ 2. അപ്പൊ ഇവിടെ നിന്നും 7 മാർക്സ് ഉണ്ട്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് ഇത്തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്ന ഒന്ന് ഡിഫറൻഷ്യബിലിറ്റി, പിന്നെ മീൻ വാല്യൂ തിയറം, അതേപോലെ റെയ്മാൻ സം ആൻഡ് റെയ്മാൻ ഇന്റഗ്രൽ, അതേപോലെ ഇംപ്രോപ്പർ ഇന്റഗ്രൽ. ഈ പോർഷനിൽ നിന്നൊക്കെ റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷെ മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് സുപ്രീമം, ലിമിറ്റ് ഇൻഫിമം, അതേപോലെ സീക്വൻസ് ആൻഡ് സീരീസ്, അവരുടെ കൺവേർജൻസ്, യൂണിഫോം കണ്ടിന്യൂറ്റി, അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നും ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിച്ച് കാണാറുണ്ട്. അപ്പൊ നമ്മൾ നിർബന്ധമായിട്ടും സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട കുറച്ച് ഭാഗമാണ്. അപ്പൊ റിയൽ അനാലിസിസ് ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു മൊഡ്യൂളും കൂടെയാണ്. ഓക്കെ, ഇനി റിയൽ അനാലിസിസിന്റെ രണ്ടാമത്തെ പോർഷൻ, റിയൽ അനാലിസിസ് കണ്ടിന്യൂഡ് എന്നാണ് വിളിക്കുന്നത് നമ്മൾ മൊഡ്യൂൾ 3. ഇവിടെയും ഉണ്ട് 7 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ മെയിൻ ആയിട്ട് ഇവിടെ ക്വസ്റ്റ്യൻ ഇത്തവണ വന്നിരിക്കുന്നത് ലെബക്ക് ഇന്റഗ്രൽ റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നു. അതേപോലെ നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിലും എടുത്ത് നോക്കിക്കോ, ഡയറക്ഷണൽ ഡെറിവേറ്റീവ് റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ഡയറക്ഷണൽ ഡെറിവേറ്റീവ് റിലേറ്റഡ് ആയിട്ട്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന മറ്റൊരു ഭാഗമാണ് പാർഷ്യൽ ഡെറിവേറ്റീവ്. അപ്പം ഇത്തവണ നടന്ന എക്സാമിന് ഗ്രേഡിയന്റ് റിലേറ്റഡ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ പോർഷൻ ഇവിടെ തന്നിട്ടുണ്ട്, ബീറ്റ ആൻഡ് ഗാമ ഫംഗ്ഷൻ. അതിൽ ഇത്തവണ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത് ഗാമ ഫംഗ്ഷൻ ആണ്. പക്ഷെ ഈ NVT ജൂനിയർ ഞാൻ പറഞ്ഞല്ലോ 2024 അവസാനം നടന്ന എക്സാം, അതിൽ ഒരു ക്വസ്റ്റ്യൻ ബീറ്റ ഫംഗ്ഷനിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു, ഒരു ക്വസ്റ്റ്യൻ ഗാമ ഫംഗ്ഷനിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് വളരെ ചെറിയ മൊഡ്യൂളാണ്. ലെബക്ക് മെഷർ, ലെബക്ക് ഇന്റഗ്രൽ, പിന്നെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്, പാർഷ്യൽ ഡെറിവേറ്റീവ്, ഫംഗ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസ്, ഇൻവേഴ്സ് ആൻഡ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ തിയറംസ്, സ്പെഷ്യൽ ഫംഗ്ഷൻസ്, അതിലാണ് ഈ ബീറ്റ ആൻഡ് ഗാമ ഫംഗ്ഷൻസ് ഉൾപ്പെടുന്നത്, ഫോറിയർ സീരീസും. അപ്പൊ ഇതിൽ കുറച്ചും കൂടെ നമുക്ക് ചെയ്യാൻ വരുന്ന ഒരു പോർഷൻ ഫോറിയർ സീരീസ് ആണ്. അപ്പൊ ഫോറിയർ സീരീസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ആ ക്വസ്റ്റ്യൻ നോക്കണം. അപ്പൊ ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതിൽ നമുക്കറിയാം കോഎഫിഷ്യൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിരിക്കും, എ നോഡ്, എ എൻ, ബി എൻ, അതിന്റെയൊക്കെ വാല്യൂ കണ്ടുപിടിക്കാനായിരിക്കും. ഇപ്പൊ എ നോഡിന്റെ വാല്യൂ ഒക്കെയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ അതധികം ടൈം കൺസ്യൂമിംഗ് അല്ല. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ അവിടെ ചെയ്യാം. അതല്ല ഫോറിയർ സീരീസ് എക്സ്പാൻഷനിലേക്കൊക്കെയാണ് പോകുന്നതെങ്കിൽ നമുക്കൊരു സ്മാർട്ട് വർക്ക് നടത്തി ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അവിടെ പോകുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും ആ ഭാഗത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ഏറ്റവും അവസാനമേ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. അതായത് ഒരുപാട് സമയം എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ആദ്യമേ ചെയ്ത് നമുക്കൊരു ബാക്കി 5 ക്വസ്റ്റ്യൻ ചെയ്യേണ്ട സമയം കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ആദ്യമേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒട്ടും അഡ്വാൻറ്റേജ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ആ സമയത്ത് യുക്തിപൂർവ്വം വേണം നമ്മളത് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്, മറ്റത് പാർഷ്യൽ ഡെറിവേറ്റീവ്, പിന്നെ സ്പെഷ്യൽ ഫംഗ്ഷൻസ്, അതായത് ബീറ്റ ആൻഡ് ഗാമ ഫംഗ്ഷൻസ്. ഓക്കെ, അപ്പൊ ഈ ബീറ്റ ആൻഡ് ഗാമ ഫംഗ്ഷൻ ഒക്കെ ഞാൻ പറഞ്ഞു ഈ മൊഡ്യൂളിൽ നിന്ന് ഈ ലെബക്ക് മെഷറുമായിട്ടൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഒരു കണക്ഷൻ ഒന്നുമില്ല. ബീറ്റ ആൻഡ് ഗാമ ഫംഗ്ഷൻ ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കാം. അപ്പൊ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരും, ഫോറിയർ സീരീസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരും. അങ്ങനെ നമുക്ക് ഒരു കുറച്ച് ടോപ്പിക് ആയിട്ട് എടുത്തെടുത്താണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പഠിച്ച് കുറച്ച് മാർക്ക് സ്കോർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ്. അപ്പൊ റിയൽ അനാലിസിസ് രണ്ടും കൂടെ 14 മാർക്കാണ്. അപ്പൊ നമ്മൾ റിയൽ അനാലിസിസ് ടോട്ടലി സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരൊറ്റയടിക്ക് 14 മാർക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരിക്കലും ടോട്ടലി സ്കിപ്പ് ചെയ്യാൻ ഒരിക്കലും പാടില്ലാത്ത ഒരു പേപ്പറാണ് ഇത് റിയൽ അനാലിസിസ് എന്ന് പറയുന്നത്. അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് ഓൾജിബ്രയാണ്. അപ്പൊ അബ്സ്ട്രാക്ട് ഓൾജിബ്രയും വളരെ വലിയൊരു പേപ്പറാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 2 മൊഡ്യൂളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ മൊഡ്യൂളാണ് ഈ പറയുന്ന 7 മാർക്ക്. അത് ഗ്രൂപ്പ് തിയറിയാണ്, വേറെ ഒന്നുമല്ല. ഇതിലുള്ള ആൾ ആര് മാത്രമാണ്, ഗ്രൂപ്പ് തിയറിയാണ്. അപ്പൊ ഇതിനകത്ത് ഇത്തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നോർമൽ സബ് ഗ്രൂപ്പ്, നോർമൽ ഗ്രൂപ്പിനെ റിലേറ്റഡ് ആയിട്ട്, അതേപോലെ ഹോമോമോർഫിസം, ഇവാലുവേഷൻ ഹോമോമോർഫിസം അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഐസോമോർഫിസം റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. സൈക്ലിക് ഗ്രൂപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സൈക്ലിക് ഗ്രൂപ്പ് റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ
വേറൊന്ന് സൈലോ തിയറം റിലേറ്റഡ് ആയിട്ട്. അപ്പൊ ഈ റീസെന്റ് നടന്ന എക്സാമിൽ സൈക്ലിക് ഗ്രൂപ്പ് റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റൻ വന്നു. അതിന്റെ ഒരു ഗ്രൂപ്പിന്റെ ഓർഡറിനെ സംബന്ധിച്ചായിരുന്നു. ആൻഡ് നിങ്ങൾ എല്ലാവരും നോക്കിയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അതിന്റെ ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ ആ ഒരു ക്വസ്റ്റൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ കം സൈലോ തിയറം. ഓക്കെ, അപ്പൊ ഇതിലെ മറ്റ് പോർഷൻസ് ഇമ്പോർട്ടന്റ് അല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത്തവണ വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു പോർഷൻസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ക്ലാസ് ഇക്വേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്, അതേപോലെ ഗ്രൂപ്പ് സബ് ഗ്രൂപ്പ് ഒക്കെ റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. പിന്നെ ഇത്തവണ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഗ്രൂപ്പില് ഒരു ബൈനറി ഓപ്പറേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഗ്രൂപ്പിലെ ഐഡന്റിറ്റി എലമെന്റ് ആരാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ ഈ മൊഡ്യൂളിൽ നിന്ന് വരാറുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അബ്സ്ട്രാക്ട് ആൾജിബ്ര കുറച്ച് കാണുമ്പോൾ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടെന്ന് തോന്നുമെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം ഈസി ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ വേറെ ഉണ്ടാവില്ല. കാരണം അത്രയും സിമ്പിൾ ആയിട്ട് അത്രയും രസകരമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് ഈ അബ്സ്ട്രാക്ട് ആൾജിബ്ര എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഗ്രൂപ്പ് തിയറിയിൽ നിന്ന് പഠിക്കാനുള്ളത്. ഇനി അബ്സ്ട്രാക്ട് ആൾജിബ്രയുടെ രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് കടക്കുമ്പോൾ അതാണ് നമ്മുടെ മൊഡ്യൂൾ 5. ഓക്കെ, ഇതിനകത്ത് 7 മാർക്ക് ഉണ്ട്. ആൻഡ് നമുക്കറിയാലോ ഇത് മെയിൻ ആയിട്ട് റിംഗ് തിയറിയും അതേപോലെ ഫീൽഡ് തിയറിയാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ ഇത്തവണ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഐഡിയൽസ് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതേപോലെ ഫൈനൈറ്റ് ഫീൽഡ് അതായത് ഫൈനൈറ്റ് ഫീൽഡിന്റെ കാർഡിനാലിറ്റി അത് സ്ട്രെസ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ട ഒരു പോർഷൻ ആണ്. ഫൈനൈറ്റ് ഫീൽഡിന്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം എപ്പോഴും എന്തായിരിക്കും, ഒരു പ്രൈം പവർ സിംഗിൾ പ്രൈം നമ്പർ പവർ e⁻n ഫോമിലായിരിക്കും. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ഫീൽഡ് എക്സ്റ്റൻഷൻ, പിന്നെ നമ്മുടെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് കണ്ടുപിടിക്കാൻ, അങ്ങനെയുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇത്തവണ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഇപ്പൊ നടന്ന എക്സാമിൽ UFD, PID, ED അതായത് യൂണിക് ഫാക്ടറൈസേഷൻ ഡൊമൈൻ, പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമൈൻ, യൂക്ലിഡിയൻ ഡൊമൈൻ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാര്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ആ ഒരു പോർഷൻസിൽ നിന്നും സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ സാധാരണഗതിയിൽ വരാറുള്ളതാണ്. അപ്പൊ ഇതും നമ്മുടെ റിംഗ് തിയറിയും ഫീൽഡ് തിയറിയും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് ഈ അബ്സ്ട്രാക്ട് ആൾജിബ്രയുടെ രണ്ടാമത്തെ മൊഡ്യൂൾ അതായത് മൊഡ്യൂൾ 5 ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്തുനിന്നും 7 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും, അബ്സ്ട്രാക്ട് ആൾജിബ്രയും റിയൽ അനാലിസിസും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാള് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ മുന്നിൽ മാത്സിൽ ആകെ 70 മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. അതിൽ 28 മാർക്ക് അപ്പൊ തന്നെ പോയി. ഓക്കെ, പിന്നെ നമ്മൾ ഈ എക്സാം ക്രാക്ക് ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല. അപ്പൊ നമ്മൾ ബാക്കി എല്ലാം ശരിയാക്കിയാൽ പോലും ചിലപ്പോൾ ഇത് നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്തിപ്പെടാൻ പറ്റണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പം അബ്സ്ട്രാക്ട് ആൾജിബ്രയും റിയൽ അനാലിസിസും ടോട്ടലായിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ ഒരിക്കലും പാടില്ലാത്ത, നമുക്ക് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് സെലക്ട് ചെയ്യും. ഇപ്പൊ ഞാൻ ഈ സ്ട്രെസ് ചെയ്ത് തരുന്ന എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്, റീസെന്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ടോപ്പിക്സ് ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് എങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ആ പോർഷൻസ് എങ്കിലും സ്ട്രെസ് ചെയ്ത് അതെന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ പഠിക്കണം. ഓക്കെ, അടുത്ത മൊഡ്യൂൾ ആണ് നമ്മുടെ ടോപ്പോളജി. ഓക്കെ, അപ്പൊ ടോപ്പോളജി റിലേറ്റഡ് ആയിട്ട് കണ്ടിന്യൂറ്റി, അതേപോലെ ടോപ്പോളജിക്കൽ സ്പേസസ്, പിന്നെയാണ് നമ്മുടെ സെപ്പറേഷൻ ആക്സിയം. സെപ്പറേഷൻ ആക്സിയത്തിൽ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഹോസ്റ്റ് ഓഫ് സ്പേസ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. പിന്നെ വരുന്നതാണ് നമ്മുടെ കോമ്പാക്ട് സ്പേസും അതേപോലെ കണക്റ്റഡ് സ്പേസ് ഒക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ റിലേറ്റ് നമ്മുടെ ടോപ്പോളജി എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂൾ, ഇതിലും 7 മാർക്സ് ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മെട്രിക് സ്പേസും ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന HSST എക്സാമിന് അവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ഒന്നും വന്നിട്ടില്ലായിരുന്നു. പക്ഷെ സാധാരണ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു മെട്രിക് തന്നിട്ട് അത് മെട്രിക് ആണോ അല്ലെങ്കിൽ സ്യൂഡോ മെട്രിക് ആണോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ മെട്രിക് സ്പേസും നമ്മളൊരു ഇമ്പോർട്ടൻസിന്റെ ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് ടോപ്പോളജിയിൽ നിന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ടാവുക. അടുത്തതാണ് നമ്മുടെ കോംപ്ലക്സ് അനാലിസിസ്. ഓക്കെ, കോംപ്ലക്സ് അനാലിസിസ് നിന്നും 7 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ ഈ കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ചില സമയത്ത് നമ്മുടെ NVT അവസാനം നടന്നിട്ടുണ്ടായിരുന്ന NVT എക്സാം, NVT ജൂനിയറിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നേ, റിയൽ പാർട്ട് ഓഫ് 1/1+i. ഓക്കെ, റിയൽ പാർട്ട് ഓഫ് 1/1+i അത് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും അറിയണം. ബേസിക് ആയിട്ട് നമ്മൾ +1 പഠിക്കുന്ന കാര്യമാണ്. നമ്മൾ +1 ഈ കോംപ്ലക്സ് നമ്പേഴ്സിനെ ആദ്യമായിട്ട് കാണുന്നത്, ശരിയല്ലേ? അപ്പൊ അവിടെ നമ്മൾ പഠിക്കുന്നതാണ് ഒരു കോംപ്ലക്സ് നമ്പറിന് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ട് ഉണ്ടെന്നും, അതേപോലെ കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് കാണാനും 1/1+i നമ്മൾ എന്താ ചെയ്യുക, 1 - i കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഒക്കെ കണ്ടുപിടിക്കും. അപ്പൊ NVT ജൂനിയറിൽ അവസാനം 2024 നടന്നിട്ടുണ്ടായിരുന്ന എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു റിയൽ പാർട്ട് ഓഫ് 1/1+i കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ അത്രത്തോളം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ എവിടുന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, നമ്മുടെ കോംപ്ലക്സ് അനാലിസിസ് നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സിൽ ഒന്നാണ് അനലിറ്റിക് ഫംഗ്ഷൻസ്. ഓക്കെ, അനലിറ്റിക് ഫംഗ്ഷൻസ് ആൻഡ് കോഷി റീമാൻ ഇക്വേഷൻ.
ഈ പറഞ്ഞ NVT ജൂനിയർ 2024 ഒരു ക്വസ്റ്റ്യൻ ആണ്. CR ഇക്വേഷന്റെ ഫോർമുല എന്താ നമുക്കറിയാലോ, UX ഈക്വൽ ടു VYയും UY ഈക്വൽ ടു -VXും. അതറിയാത്ത ആരും ഉണ്ടാവില്ല. അത് ഡയറക്റ്റ് ആയിട്ട് ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അത്രയും ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ നമ്മുടെ കോഷി-റീമാൻ ഇക്വേഷനിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ഒരു പോർഷനിൽ നിന്ന് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മുടെ കോംപ്ലക്സ് ഇന്റഗ്രേഷനും അതേപോലെ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല. Cauchy's integral formula. And then comes the most important topic in real analysis, singularities and its classification. നമുക്കറിയാം സിംഗുലാരിറ്റീസിനെ നമ്മൾ മെയിൻ ആയിട്ട് റിമൂവബിൾ സിംഗുലാരിറ്റി അതേപോലെ പോൾ എസെൻഷ്യൽ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞ് തിരിക്കാറുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് സിംഗുലാരിറ്റീസിന്റെ ക്ലാസിഫിക്കേഷൻ. അതേപോലെ റെസിഡ്യൂ തിയറം ഉപയോഗിക്കുക. പിന്നെയാണ് നമ്മുടെ ഇന്റഗ്രലിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ. ഇപ്പൊ നടന്നിട്ടുണ്ടായിരുന്ന HSST എക്സാമിനും 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 7 ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻ ഇന്റഗ്രലിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ തന്നെയാണ്. ഓക്കെ, പിന്നെ ഇതിൽ നമ്മുടെ സിലബസിൽ എക്സാക്ട്ലി പറഞ്ഞിട്ടില്ലെങ്കിലും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗമാണ് റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത്. അതും കൂടെ ഞാൻ ഇവിടെ ആഡ് ഓൺ ചെയ്യാണ്. കാരണം സിലബസിൽ ആ ഒരു പോർഷൻ എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ സ്റ്റിൽ റേഡിയസ് ഓഫ് കൺവേർജൻസ് നമുക്കൊരു പവർ സീരീസ് തന്നിട്ട് ആ പവർ സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമുക്കറിയാം 2 പ്രധാനപ്പെട്ട ഫോർമുലാസ് ഉണ്ട്, അത് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ നമ്മുടെ കോംപ്ലക്സ് അനാലിസിസിൽ നിന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഓക്കെ, 100% ക്വസ്റ്റ്യൻ വരുന്ന ഉറപ്പുള്ള ഭാഗമാണ് ഈ സിംഗുലാരിറ്റീസ് ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ. അതേപോലെ റെസിഡ്യൂ ആണ് ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് അനലറ്റിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പൊ ഇത്രയും പോർഷൻ മാത്രം നിങ്ങൾ കോംപ്ലക്സ് അനാലിസിസ് നിന്ന് പഠിച്ചാൽ തന്നെ ഈ 7 ഒരു 4 മാർക്കെങ്കിലും നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. ഓക്കെ, അടുത്ത ടോപ്പിക് ആണ്, അടുത്ത മോഡ്യൂളാണ് ഫങ്ഷണൽ അനാലിസിസ്. ഓക്കെ, ഫങ്ഷണൽ അനാലിസിസിൽ നിന്ന് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകും. പൊതുവെ എല്ലാവർക്കും സ്കിപ്പ് ചെയ്യാൻ ടെൻഡൻസി വളരെ കൂടുതലുള്ള ഒരു പേപ്പറാണ് എന്ത് ഫങ്ഷണൽ അനാലിസിസ് എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ നമ്മുടെ PGക്ക് പഠിച്ചിട്ടുള്ള ഒരു പേപ്പറാണ്. അപ്പം ഇതിനകത്താണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ നിങ്ങളോട് ഞാൻ പറഞ്ഞു, നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ മസ്റ്റ് ആയിട്ട് ഫസ്റ്റ് അതിന്റെ സിലബസ് കാണണം. സിലബസ് കണ്ടു കഴിഞ്ഞാൽ സെക്കൻഡ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യാം. മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണത്. കാരണം ആ NVTയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആകാം, NVTയുടെ സിമിലർ സിലബസും അതേപോലെ അതേ എക്സാം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ മറ്റൊരു എക്സാം ആണ് ഇത് HSST. അപ്പം HSST എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ കളക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിലെ ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് കടന്നു പോവുക. ഓക്കെ, അപ്പൊ ഓരോ മൊഡ്യൂളിൽ നിന്നും ഏതൊക്കെ ലെവലിലാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത് എന്ന് നമുക്കൊരു ധാരണ കിട്ടും. അത് അറിഞ്ഞിട്ട് വേണം നമ്മൾ പഠിക്കാൻ. അപ്പൊ ഈ ഫങ്ഷൻ അനാലിസിസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, വേണമെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നമുക്ക് 7 മാർക്കും കിട്ടും. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, നമ്മൾ ഫങ്ഷൻ അനാലിസിസ് കാണുമ്പോഴേ നമ്മൾ അതങ്ങ് മാറ്റി വെച്ചേക്കും. ബാക്കിയൊക്കെ പഠിക്കാം, ബാക്കിയുള്ള പേപ്പറിൽ നിന്ന് മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാം, ഈ ഒരു 7 മാർക്ക് പോയിക്കോട്ടെ എന്നുള്ളത്. പക്ഷെ നിങ്ങൾ വരുത്തുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് അവിടെയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഫങ്ഷൻ അനാലിസിസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്താൽ മനസ്സിലാകും, ഭയങ്കര സിമ്പിൾ ആണോ, ബാക്കി മൊഡ്യൂളുകളെക്കാട്ടിലും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഫങ്ഷൻ അനാലിസിസ് എന്ന് വരുന്നത്. ഓക്കെ, അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി PYQs ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോയാൽ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 7 മാർക്കിൽ ഒരു 5 to 7 മാർക്സ് സുഖമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് നമ്മൾ ഈ മൊഡ്യൂൾ എന്തോ ടഫാണ്, നമ്മൾ PGക്ക് പഠിച്ചതാണ്, കുറെ കാലമായി PG കഴിഞ്ഞിട്ട് എന്നൊക്കെ ഓർത്ത് നമ്മൾ മറന്നുപോയി എന്നൊക്കെ ഓർത്ത് ഇത് വിട്ടുകളയുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് നിങ്ങൾ നിർബന്ധമായിട്ട് സ്ട്രെസ് ചെയ്യേണ്ട ഒരു ഭാഗമാണ് ബനാക് സ്പേസ്. അതായത് എന്താണ് ബനാക് സ്പേസ് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. അതേപോലെ ബനാക് സ്പേസിന്റെ പ്രധാനപ്പെട്ട കുറച്ച് എക്സാമ്പിൾസ്, അങ്ങനത്തെ കാര്യങ്ങൾ ഒന്ന് നോക്കി വെക്കുക. അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് ക്ലോസ്ഡ് ഗ്രാഫ് തിയറോ ഓപ്പൺ മാപ്പിംഗ് തിയറോ. പല ക്വസ്റ്റ്യൻ പേപ്പറിലും വളരെ ഡയറക്റ്റ് ആയിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് തരിക, ക്ലോസ്ഡ് ഗ്രാഫ് തിയറത്തിന്റെ ഓപ്പൺ മാപ്പിംഗ് തിയറത്തിന്റെ. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് അതിന്റെ ഓപ്ഷൻസ് മാർക്ക് ചെയ്താൽ മതിയാവും. വളരെ ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടാകുക. അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 തിയറംസ് ആണ് ഈ ഓപ്പൺ മാപ്പിംഗ് തിയറം ആസ് വെൽ ആസ് ക്ലോസ്ഡ് ഗ്രാഫ് തിയറം. പിന്നെ ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് വരുന്ന ഒരു ഭാഗമാണ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇന്നർ പ്രൊഡക്റ്റ് സ്പേസും ഓർത്തോനോർമൽ ബേസിസ് ഒക്കെ നമ്മൾ ലീനിയർ ആൾജിബ്ര റിലേറ്റഡ് ആയിട്ടും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ വരുന്നതാണ് നമ്മുടെ ഹിൽബർട്ട് സ്പേസ്. ഹിൽബർട്ട് സ്പേസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ദെൻ കംസ് നോർമൽ, യൂണിറ്ററി ആൻഡ് സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്റേഴ്സ്. കാരണം ഈ പോർഷൻസിൽ നിന്നൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണും മിക്കവാറും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള
ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് ഇതിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പാരലോഗ്രാം ലോ യൂസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ. പാരലോഗ്രാം ലോ യൂസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ, അതേപോലെ റേസ് റെപ്രസെന്റേഷൻ തിയറത്തിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇത്രയും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ 100% ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാണ്, നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒരു ഓവർവ്യൂ നടത്തിയിട്ടെങ്കിലും ഒരു PYQ ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ 7 മാർക്സിൽ ഒരു 5 to 7 മാർക്സ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും വരുന്ന ഒരു മിസ്റ്റേക്കാണ്, നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ആ മൊഡ്യൂളിനോടുള്ള ചിലപ്പോൾ നമുക്ക് പേടിയാകാം, ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അതിന്റെ കണ്ടന്റ് മുഴുവനായിട്ട് നമ്മുടെ കോൺസെപ്റ്റ്സ് ഒരു ധാരണയില്ല, കയ്യിൽ നിന്ന് ഫുള്ള് പോയി എന്നുള്ള ടെൻഷൻ ആകാം. അതുകൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഒന്നിന് തുടങ്ങാൻ പറ്റില്ല എന്നൊക്കെയുള്ള തോന്നൽ കാരണം നമ്മൾ ആ മൊഡ്യൂൾ ആസച്ച് അങ്ങോട്ട് വിടും. ഒരിക്കലും അത് ചെയ്യരുത്. ഓക്കെ, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഏറ്റവും നല്ലൊരു റാങ്കിലേക്ക് എത്തുക, ഈ ജോലി കരസ്ഥമാക്കുക എന്ന് തന്നെയാണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്മാർട്ട് വർക്ക് ആണ് നടത്തേണ്ടത്. ഇത് ഫുള്ള് നമ്മൾ PG ക്ക് പഠിച്ച പോലെ ഇരുന്ന് ഫുൾ തിയറും പ്രൂഫും പഠിച്ചതിന്റെ പേരിൽ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പാറ്റേണും ക്വസ്റ്റ്യന്റെ ഒരു ഡിഫിക്കൽട്ടി ലെവലും മനസ്സിലാക്കി എന്നിട്ട് വേണം ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇത്രയും പോർഷൻസ് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിച്ചാൽ മതി, അത്യാവശ്യത്തിനുള്ള മാർക്ക് നിങ്ങൾക്ക് ഈ മൊഡ്യൂളിൽ നിന്ന് ഷുവർ ആയിട്ടും കിട്ടിയിരിക്കും. ഓക്കെ, അടുത്തതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ മൊഡ്യൂൾ വരുന്നത്. അപ്പൊ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്കറിയാം, നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, നമ്മുടെ ODEയും അതേപോലെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ PD ഉണ്ട്. അപ്പൊ രണ്ടും കൂടെയാണ് ഈ 7 മാർക്കിന്, സെപ്പറേറ്റ് ആയിട്ടില്ല, രണ്ടും കൂടെ 7 മാർക്കിനേ ഉള്ളൂ. അപ്പൊ ഈ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇപ്പൊ റീസെന്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമ്മുടെ നോൺ ഹോമോജീനസ് ലീനിയർ ODEയിൽ നിന്നാണ്. പക്ഷെ നമ്മൾ NVTയുടെ HSSTക്ക് വന്നതാണ് ഈ നോൺ ഹോമോജീനസ് ലീനിയർ ODEയിൽ നിന്ന് കേട്ടോ. അപ്പം NVTയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മുടെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇല്ലേ, അതിന്റെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാൻ വരെ അത്രയും ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതൊക്കെ നമ്മൾ +2 പഠിക്കുന്നതാണ് അല്ലെ. വേരിയബിൾ, സെപ്പറബിൾ, ഹോമോജീനസ്, അതേപോലെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ആ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാനൊക്കെ ഉള്ളത് അത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അതേപോലെ ഓർഡറും ഡിഗ്രിയും കണ്ടുപിടിക്കാൻ നമ്മുടെ അവസാനത്തെ NVT ജൂനിയറിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് ഒരു ODE തന്നിട്ട് അതിന്റെ ഓർഡറും ഡിഗ്രിയും കണ്ടുപിടിക്കാൻ, അതൊക്കെ ഒരു +2 പഠിക്കുന്ന ഒരു കുട്ടിക്കാണെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ്. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ ഇവിടുന്ന് വരാറുണ്ട്, ODEയിൽ നിന്ന് വരാറുണ്ട്. പിന്നെ നമ്മുടെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് ഉള്ളതും വേരിയബിൾസ് കോഎഫിഷ്യൻസ് ആയിട്ട് വരുന്നതും ഒക്കെ നമ്മുടെ ഓയിലർ കോഷി ഫോർമുല ഉപയോഗിക്കുന്നതൊക്കെ, അങ്ങനെയുള്ള കുറച്ച് റിസൾട്ട്സും കുറച്ച് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കുറച്ച് ഫോർമുലാസ് ഒക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ODEയിൽ നിന്ന് നിങ്ങൾക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വരുന്നതാണ് PD. നമുക്കറിയാം കമ്പാരിറ്റീവ്ലി PDയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ലെങ്തി ആയിരിക്കും, PD പലർക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ റീസെന്റ് ആയിട്ട് HSST എക്സാമിന് നടന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് പറയാം. ലഗ്രാഞ്ച് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, ലഗ്രാഞ്ച് ആൻഡ് ചാർപിറ്റ്സ് മെത്തേഡ് ഫോർ സോൾവിംഗ് ഫസ്റ്റ് ഓർഡർ PD. ഓക്കെ, അപ്പൊ റീസെന്റ് നടന്ന HSST എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു PD തന്നു, ആ PDയുടെ ലഗ്രാഞ്ചസ് ഓക്സിലറി ഇക്വേഷൻ എഴുതാൻ, അത് സോൾവ് ചെയ്യാൻ പോലും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ നോക്കേണ്ടത് സോൾവ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലത് പെട്ടെന്ന് കിട്ടും, ചിലത് കുറച്ച് സമയം എടുക്കും. പക്ഷെ അതൊന്നും ചെയ്യണ്ട, തന്നിരിക്കുന്ന PDയുടെ ലഗ്രാഞ്ചസ് ഓക്സിലറി ഇക്വേഷൻ എഴുതിയാൽ മതി. അപ്പൊ ചാർപിറ്റ്സ് ഓക്സിലറി ഇക്വേഷനും ലഗ്രാഞ്ചസ് ഓക്സിലറി ഇക്വേഷനും ഒക്കെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ആ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ കാണാതെ പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, നമ്മൾ എല്ലാവരും സെറ്റ് എക്സാം ക്രാക്ക് ചെയ്തവരായിരിക്കുമല്ലോ. സെറ്റ് എക്സാമിനും അത് വളരെ ഡയറക്റ്റ് ആയിട്ട് ലഗ്രാഞ്ചസ് ഓക്സിലറി ഇക്വേഷൻ എന്താ, ചാർപിറ്റ്സ് ഓക്സിലറി ഇക്വേഷൻ എന്താ, വളരെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാറുള്ളതാ. അപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന HSST എക്സാമിനും ഒരു PD തന്നിട്ട് അതിന്റെ ലഗ്രാഞ്ചസ് ഓക്സിലറി ഇക്വേഷൻ എഴുതാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പം നമ്മൾ ആ ഒരു ഫോർമുല പഠിക്കാത്തതിന്റെ പേരിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോവാ. അതേപോലെ നമുക്കൊരു 90% മേലെ ഉറപ്പായിട്ടും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ PD. നമുക്കറിയാം, നമ്മൾ ഒരു PDനെ ഹൈപ്പർബോളിക്കും പരാബോളിക്കും എലിപ്റ്റിക്കും ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്, ശരിയല്ലേ? ജനറലി RUXX പ്ലസ് SUXY പ്ലസ് TUYY പ്ലസ് സംതിങ് എൽസ്. ഓക്കെ, എനിവേ ഈക്വൽ ടു 0 നമ്മളൊരു PD കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ S² - 4RT = 0 ആകുമ്പം പരാബോളിക് ആണെന്നും ഗ്രേറ്റർ ദാൻ 0 ആകുമ്പം ഹൈപ്പർബോളിക് ആണെന്നും >0 ആകുമ്പം എലിപ്റ്റിക് ആണെന്നും നമുക്ക് അറിയുന്ന കാര്യമാണ്. അതൊക്കെ ഒരു 10 സെക്കൻഡ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. അപ്പം ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന HSST എക്സാമിനും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ക്വസ്റ്റ്യന്റെ ആൻസർ കീ അവസാനം പ്രൊവിഷ്യൽ കീ വന്ന് ഫൈനൽ ആൻസർ കീ വന്നപ്പോഴേക്കും അതിന്റെ ആൻസർ കീയിൽ ഒരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു അല്ലെ, നിങ്ങൾക്ക് അറിയായിരിക്കും. നൺ ഓഫ് ദീസ് ആയിട്ട് ആൻസർ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. ചേഞ്ച് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എനിവേ ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ PD നമുക്ക് സുഖമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. അത് നമുക്ക് വലിയ സമയം എടുക്കില്ല, അത് നമുക്ക് വേറെ കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ പോലും നമുക്ക് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആക്ച്വലി ചെയ്യാൻ പറ്റും.
അതേപോലെ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ഫോർ ലാപ്ലേസ് ഹീറ്റ് ആൻഡ് വേവ് ഇക്വേഷൻസ്, ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പം പി ഡിയിലെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. നമ്മളോട് ഓക്സിലറി ഇക്വേഷൻ ഏതാണ് ചോദിക്കുക, അല്ലെങ്കിൽ എലിപ്റ്റിക് ആണോ തന്നിരിക്കുന്ന പി ഡി, പരാബോളിക് ആണോ ഹൈപ്പർബോളിക് ആണോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് അധികം സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അതേസമയം നമുക്ക് കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യരുതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾ സമയം നോക്കി നിങ്ങളുടെ ടൈം ബാലൻസ് ചെയ്തിട്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ OD PD കൂടെയാണ് നമുക്ക് ഇൻ ടോട്ടൽ 7 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അടുത്തതാണ് നമ്മുടെ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ തിയറി ഓഫ് നമ്പേഴ്സ് അഥവാ നമ്പർ തിയറി. ഓക്കെ, അപ്പൊ ഒരു NVT എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആളെ സംബന്ധിച്ചിടത്തോളം, അയാള് PG കഴിഞ്ഞിട്ട് എത്ര വർഷം ബ്രേക്ക് എടുത്ത ഒരാളാണെങ്കിലും അയാൾക്ക് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ, ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാ പഠിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തരാം. അപ്പൊ നമ്മുടെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നോക്കുവാണെങ്കിൽ അതിൽ ഏറ്റവും ആദ്യം പഠിക്കാൻ ദ ബെസ്റ്റ് മൊഡ്യൂൾ ആണ് ആര്, നമ്പർ തിയറി എന്ന് പറയുന്നത്. അതിന് 2 റീസൺസ് ഉണ്ട്. ഒന്ന്, അത് ഭയങ്കര സിമ്പിൾ ആണ്, നമുക്ക് വേഗം കണക്ട് ആവും, വേഗം നമുക്കത് മനസ്സിലാകും, നല്ല പോലെ പഠിക്കാനും പറ്റും. രണ്ടാമത്, ആ മൊഡ്യൂള് വളരെ ചെറുതാണ്. വളരെ ചെറുതാണ്, അത്ര ഷോർട്ട്. നമ്മൾ ഒരു 2 ദിവസം ഇരുന്ന് പഠിച്ചാൽ ആ മൊഡ്യൂള് തീരും. ആൻഡ് അതിൽ നിന്നുള്ള 7 മാർക്ക് നമുക്ക് സുഖമായിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് അത്രയും ഫേവറബിൾ ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ തന്നെയാണ് എന്ത്, നമ്പർ തിയറി. ആൻഡ് ഈ നമ്പർ തിയറിയിൽ മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നത് ഒന്ന് കോൺഗ്രുവൻസ് ആണ്. ആൻഡ് 100% ഓയിലേഴ്സ് പൈ ഫംഗ്ഷൻ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഓയിലേഴ്സ് പൈ ഫംഗ്ഷൻ അഥവാ ഓയിലർ ടോർഷൻ ഫംഗ്ഷൻ, അത് റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഓക്കെ, പിന്നെ വരുന്നതാണ് നമ്മുടെ ഓയിലേഴ്സ് തിയറം, പ്രിമിറ്റീവ് റൂട്ട്സ്. ഇത്രയും ഭാഗത്ത് നിന്നാണ് ഇത്തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ ഫെർമാറ്റ്സ് തിയറത്തിൽ നിന്ന് നമ്മുടെ NVTക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ വിൽസൺസ് തിയറത്തിൽ നിന്നും NVTക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് വളരെ ചെറിയ മൊഡ്യൂളാണ്, പെട്ടെന്ന് പഠിക്കാനും പറ്റും, ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മാത്സ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനിയാണ് നമ്മുടെ ജനറൽ പേപ്പറിലേക്ക് വരുന്നത്. അപ്പം 70 മാർക്ക് കഴിഞ്ഞു, ഇനി ഒരു 30 മാർക്കും കൂടെ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പം ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാകും മാത്സിൽ ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ്, ഞാൻ വേണമെന്ന് വിചാരിച്ച് എനിക്ക് ആ 70 മാർക്ക് വാങ്ങാൻ പറ്റും, അപ്പൊ ആ 70 മാർക്കും കിട്ടിയാൽ തന്നെ ഞാൻ ആയിരിക്കില്ലേ ഫസ്റ്റ് റാങ്ക്, അപ്പം ജോലി കിട്ടില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അപ്പൊ അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താന്ന് വെച്ചാല് ഈ 70 മാർക്കും ഒരുപക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല. 70 ക്വസ്റ്റ്യൻ ഇനി നമ്മൾ ചെയ്തു എന്ന് തന്നെ വിചാരിച്ചോ, അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസിൽ മിസ്റ്റേക്സ് വരാം, പല ക്വസ്റ്റ്യൻ ചലഞ്ചിന് പോകാം, ഫൈനൽ ആൻസർ കീ വരുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഡിലീറ്റ് ആക്കാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിലെ ആൻസർ മാറാം. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് നമ്മുടെ സ്കോറിനെ അഫക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ മിക്കവാറും നമ്മുടെ സബ്ജക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും നമ്മൾ ഈ ക്വസ്റ്റ്യൻ ക്യാൻസലേഷൻ ഒക്കെ ബാധിക്കുന്നത്. അപ്പൊ ഈ 30 മാർക്ക് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്ന മാർക്ക്. അപ്പൊ ആ 30 മാർക്കിനെ തന്നെ നമ്മൾ 10, 10, 10 ആയിട്ട് 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലെ ആദ്യത്തെ 10 മാർക്കാണ് നമ്മുടെ റിസർച്ച് മെത്തഡോളജിയും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും. അപ്പൊ നമ്മളെല്ലാവരും BEd കഴിഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കൂലേ. അപ്പൊ BEd കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും നന്നായിട്ട് ഈ 30-ല് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഈസിയസ്റ്റ് 10 മാർക്സ് ആണ് ഈ പാർട്ട് 2-ലുള്ളത്. കാരണം അത് ഒന്ന് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബേസിക് ആയിട്ട് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ അതിന്റെ ആൻസർ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് വരാറുള്ളത്. പിന്നെ നമ്മൾ ഒന്ന് നോക്കിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഒന്ന് നമ്മൾ കുറച്ച് നോട്ട്സ് ഒക്കെ ഒന്ന് വായിച്ച് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും നമുക്ക് സുഖമായിട്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടെയുള്ള 10 മാർക്കാണ് ആ 30 മാർക്കിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇനിയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി വരുന്ന 10 മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ട് സാലിൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിനകത്ത് പ്രിയാമ്പിൾ, അതിന്റെ സിഗ്നിഫിക്കൻസ് ആൻഡ് ഇറ്റ്സ് പ്ലേസ് ഇൻ ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതേപോലെ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി ബോത്ത് അറ്റ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ലെവൽ, പിന്നെ അതർ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ്, പിന്നെ സെന്റർ സ്റ്റേറ്റ് റിലേഷൻസ്, ലെജിസ്ലേറ്റീവ്, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ, services under the union and the states, emergency provisions, amendment provisions of the constitution. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. പിന്നെ സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻസ് ആൻഡ് പ്രോഗ്രാംസ് ഉണ്ട്. അതേപോലെ പിന്നെ വരുന്നതാണ് റിനേസൻസ് ഇൻ കേരള. ഓക്കെ, അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. അപ്പൊ
കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം നമ്മൾ ഇരുന്ന് പഠിക്കണം അല്ലെ. ബേസിക് ആയിട്ട് ജനറൽ ബേസിക് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാകും നമ്മുടെ കൂട്ടത്തിൽ. അപ്പൊ അവർക്കൊക്കെ അറിയായിരിക്കും നമ്മൾ നല്ല എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചെടുത്ത് വരുന്നത്. അപ്പൊ നമ്മളിത് പഠിച്ചേ പറ്റൂ. നമുക്ക് ഈ ഒരു 30 മാർക്ക് വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ അതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ 10 മാർക്ക് നമ്മളൊക്കെ ബി എഡ് കഴിഞ്ഞ ആൾക്കാരായതുകൊണ്ട് 10 മാർക്ക് നമുക്ക് സുഖമായിട്ട് കിട്ടും. പിന്നെയുള്ള 20 മാർക്കിൽ ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. കോമ്പറ്റീഷൻ ടൈറ്റ് ആവുന്നത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നാണ്. ബാക്കിയൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നാണ് കോമ്പറ്റീഷൻ ഉണ്ടാകുക. ഓക്കെ, പിന്നെ വരുന്നതാണ് സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻസ് ആൻഡ് പ്രോഗ്രാംസ്, അതേപോലെ റിനേസൻസ് ഇൻ കേരള. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇൻട്രൊഡക്ഷൻ ടു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, വേരിയസ് മിഷണറി ഓർഗനൈസേഷൻസ് ആൻഡ് ദെയർ ഫംഗ്ഷനിങ്, ഫൗണ്ടിങ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതേപോലെ ഫാക്ടറീസ്, പ്രിന്റിംഗ് പ്രസ് എക്സെട്ര. ഓക്കെ, പിന്നെ എഫേർട്സ് ടു റിഫോം ദ സൊസൈറ്റി, അതിൽ സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സും ഉണ്ട്, അതേപോലെ സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിവോൾട്സും ഉണ്ട്. നമുക്ക് അറിയുന്ന കാര്യം തന്നെ, നമ്മുടെ സിലബസിൽ കുറെ കാര്യങ്ങൾ അതിൽ തന്നിട്ടുണ്ട്. പിന്നെയാണ് ഈ റിനേസൻസിൽ നമ്മുടെ പ്രസിന്റെ ഒക്കെ റോൾ എന്താണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു പോർഷനിൽ നിന്ന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ് ഈ സ്വദേശാഭിമാനി, അതേപോലെ മലയാള മനോരമ, ഭാഷാഭൂഷൺ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കേരള കൗമുദി, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും സ്ട്രെസ് ചെയ്ത് വരാറുണ്ട്. ഓക്കെ, അപ്പൊ റോൾ ഓഫ് പ്രസ് ഇൻ റിനൈസൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. അടുത്തതാണ് അവേക്കനിങ് ത്രൂ ലിറ്ററേച്ചർ. നമുക്കറിയാം ലിറ്ററേച്ചർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. നോവൽ, ഡ്രാമ, പോയട്രി, പുരോഗമന സാഹിത്യ പ്രസ്ഥാനം, നാടക പ്രസ്ഥാനം, അതേപോലെ ലൈബ്രറി മൂവ്മെന്റ് ആൻഡ് സോ ഓൺ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളും നമ്മുടെ ഈ ജനറൽ പാർട്ടിൽ നിന്ന് നമ്മൾ നിർബന്ധമായിട്ട് നോക്കിയിരിക്കണം. അതേപോലെ പിന്നെ വരുന്നതാണ് ഇതിനകത്ത് വിമൻ ആൻഡ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്, പിന്നെ ലീഡേഴ്സ് ഓഫ് റിനൈസൻസ്. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം നമ്മുടെ സിലബസിൽ ഒരുപാട് ആൾക്കാരെ കൊടുത്തിട്ടുണ്ട് ഈ ലീഡേഴ്സ് ഓഫ് റിനൈസൻസിനകത്ത്. അപ്പൊ ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ ആൾക്കാരെ പറ്റിയുള്ള A to Z കാര്യങ്ങൾ നമ്മൾ അറിയിക്കണം. അവർ ജനിച്ചത് വർഷം, അതേപോലെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അവർ മരിച്ചത്, അവരുടെ പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് അവരുടെ കോൺട്രിബ്യൂഷൻസ്, നമ്മൾ എന്തുകൊണ്ടാണ് അവരെ ഓർത്തിരിക്കുന്നത്, അങ്ങനെയുള്ള അവരെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണോ ആ കാര്യങ്ങളെല്ലാം നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ഇൻ പർട്ടിക്കുലർ ഇന്ന ആളെ പറ്റി ഒരു ക്വസ്റ്റ്യൻ വരും നമുക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം ഒരു വലിയ ലിസ്റ്റാണ് നമുക്ക് ഈ ലീഡേഴ്സ് ഓഫ് റിനൈസൻസിനകത്ത് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇത്രയും ആൾക്കാരെ സംബന്ധിച്ച് നിർബന്ധമായിട്ട് നമ്മൾ അത്യാവശ്യത്തിന് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിൽ ആരെ സംബന്ധിച്ച് വേണമെങ്കിലും നമുക്കിതിൽ ഒരു പ്രോബബിലിറ്റി ഒരാൾക്ക് കൂടുതലാണെന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഈക്വൽ ചാൻസ് ആയിരിക്കും. അപ്പൊ ആരെ സംബന്ധിച്ചും ക്വസ്റ്റ്യൻ വരാം. നമ്മൾ അതിന് പ്രിപ്പയർഡ് ആയിരിക്കുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ ഒരു സൊല്യൂഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെയാണ് ഈ ലിറ്റററി ഫിഗേഴ്സ് വരുന്നത്. ഇതിലും കുറച്ചധികം ആൾക്കാരെ തന്നിട്ടുണ്ട്. അവരെ പറ്റിയും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ഇനിയാണ് നമ്മുടെ അവസാനത്തെ 10 മാർക്ക് എന്ന് പറയുന്നത് ജനറൽ നോളജും കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ അവസാനത്തെ ഒരു 6 മാസത്തെ നമ്മൾ മെയിൻ ആയിട്ട് സ്ട്രെസ് ചെയ്ത് നോക്കുക. അതേപോലെ GK നമുക്കറിയാലോ കടല് പോലെയുള്ള ഒരു ഏരിയ ആണ്. അതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം, എങ്ങനെ വേണമെങ്കിലും വരാം, നമ്മൾ അത് എക്സ്പെക്ട് ചെയ്തേ പറ്റൂ. ഓക്കെ, അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് നമ്മുടെ സിലബസിനെ പറ്റി പഠിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ സിലബസ് ഞാൻ ഇത്രയും ഡിസ്കസ് ചെയ്യാൻ തന്നെ കാരണം നമ്മൾ റീസെന്റ് ആയിട്ട് നടന്നിരുന്ന എക്സാമുമായിട്ട് നമ്മൾ ഒരു കമ്പാരിസൺ നടത്തിയിട്ടുണ്ട്. ഏതൊക്കെ മൊഡ്യൂളിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക്സ് പഠിച്ചിരുന്നെങ്കിൽ നമുക്കത് എളുപ്പമായേനെ, ഏതൊക്കെ ടോപ്പിക്സ് നമ്മൾ സ്ട്രെസ് ചെയ്യണം, അതേപോലെ ഇത്ര ടോപ്പിക്സ് ഓരോ മൊഡ്യൂളിൽ നിന്നും ഷുവർ ക്വസ്റ്റ്യൻസ്, ഷുവർ ഷോട്ട് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അത്രയും പഠിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യത്തിന് മാർക്കാവും. ബാക്കിയും കൂടെ പഠിക്കാൻ പറ്റിയാൽ നമുക്ക് നല്ല റാങ്കും കിട്ടും. ഓക്കെ, ഇനിയാണ് നമ്മൾ ഇതിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, നമ്മൾ വരുത്തുന്ന പ്രധാനപ്പെട്ട മിസ്റ്റേക്കുകൾ എന്തൊക്കെ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സിലബസ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് PYQs കളക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. PYQs കളക്ട് ചെയ്ത് അവിടെ വെച്ചാൽ മാത്രം പോരാ, നമ്മൾ പഠിക്കാനിരിക്കുന്നതിന് മുന്നേ ആ PYQs ഫുൾ ഒന്ന് ഗോ ത്രൂ ചെയ്യണം. ഓരോ മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിക്കണം. ഓക്കെ, അതിന്റെ ഓപ്ഷൻസ് നിങ്ങൾ വായിക്കണം. നമുക്ക് അപ്പൊ അത് സോൾവ് ചെയ്യാൻ അറിയില്ലെങ്കിൽ പോലും നമ്മൾ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിയുമ്പോൾ എഗെയിൻ നമ്മളിപ്പോ ഇന്ന് നമ്പർ തിയറി പഠിച്ചു. ഞാൻ പറഞ്ഞല്ലോ മാത്സ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് വർഷം ബ്രേക്ക് എടുത്ത് ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങൾ ഡിഫറെന്റ് ആണ്. നമുക്കറിയാലോ, ചിലർ ഇതിനു വേണ്ടിയിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ടാവും, ചിലർ ഒരുപാട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതിന്റെ ഇടയിലും ഒരു ഗവൺമെന്റ് ജോലി എന്നുള്ള സ്വപ്നം ലക്ഷ്യമാക്കി അതിന്റെ ഇടയിൽ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുത്ത് കളക്ട് ചെയ്ത് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ബ്രേക്ക് ഒക്കെ വന്ന് എങ്ങനെ തുടങ്ങണം, എവിടുന്ന് തുടങ്ങണം എന്നറിയത്തില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ മാത്സ് പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും നല്ലത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ നമ്പർ തിയറി പഠിച്ചു തുടങ്ങുക. അത് ഞാൻ പഠിച്ചു തുടങ്ങാൻ പറയാവുന്ന കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഞാൻ പറഞ്ഞല്ലോ വളരെ പെട്ടെന്ന് തീരും, രണ്ടാമത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അപ്പോ നമ്മളൊരു കാര്യം പഠിക്കാനിരിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു കാര്യം പഠിക്കാനിരുന്ന് കഴിയുമ്പോൾ നമുക്കതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന്
കുറെ നേരം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് ഒന്നും മനസ്സിലാവുന്നില്ല, നമുക്ക് ഒരു ടച്ചും കിട്ടുന്നില്ല, നമ്മൾ മാനസികമായിട്ട് നമുക്കൊരു മടുപ്പ് വരും. സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പലരും അതിൽ തളർന്നും പോകും, ആണല്ലോ. അപ്പൊ നമ്മൾക്ക് കുറെ നേരം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, എന്നാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് കാണുമ്പോൾ നമുക്കുള്ളിൽ തന്നെ അല്ലെ, നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ചൈൽഡിഷ് ബിഹേവിയർ ഉണ്ടാവല്ലോ. അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്കൊരു സന്തോഷം വരും. ശരിയാണല്ലോ, ഞാൻ കുറെ നേരം ഇൻവെസ്റ്റ് ചെയ്തു, കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയപ്പോ എനിക്കിപ്പോ അത് കിട്ടി തുടങ്ങി. അപ്പൊ നമുക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് വരും, ഒരു സന്തോഷം വരും, ഒരു കോൺഫിഡൻസ് അത് ബേസിക്കലി ബിൽഡ് ചെയ്ത് കൊണ്ടുവരും. അതായത് എന്നെ കൊണ്ട് പറ്റും, ഈവൻ ഇഫ് ഞാൻ ഇത്ര ഗ്യാപ്പ് എടുത്തിട്ടുണ്ടെങ്കിലും എന്നെ കൊണ്ട് എനിക്കിത് പഠിക്കാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എപ്പോഴും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് വിത്ത് ദ സിമ്പിൾ ടോപ്പിക്സ്. സ്റ്റാർട്ട് വിത്ത് സിമ്പിൾ ടോപ്പിക്സ്. കാരണം എന്താ, നമുക്കത് തരുന്ന ഒരു കോൺഫിഡൻസ് വല്ലാത്ത കോൺഫിഡൻസാ. നമ്മൾ ഇതിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, സ്റ്റാർട്ട് ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര ഉത്സാഹമായിരിക്കും. ഇപ്പൊ നമ്മൾ ഹൈലി മോട്ടിവേറ്റഡ് ആയിരിക്കും, എനിക്കിത് പഠിക്കണം, ഞാൻ എന്താണെങ്കിലും ഇത് പഠിക്കാനിരിക്കും, ഞാൻ ടൈം ഇൻവെസ്റ്റ് ചെയ്യും, എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യും, നമ്മളിങ്ങനെ ഡിസിഷൻ ഒക്കെ എടുക്കും. പക്ഷെ ഈ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതിലാണ് നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ മെന്റലി ഒക്കെ നമ്മൾ അത് ഓക്കെ ആയിരിക്കണം, ആണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാനസികമായി തളർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നടക്കില്ല. അപ്പൊ എന്ത് ചെയ്യുക, എപ്പോഴും നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് പഠിച്ചു തുടങ്ങുക. അപ്പൊ നമുക്കതൊരു തരുന്ന കോൺഫിഡൻസ് വളരെ വലുതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പൊ നിങ്ങൾ ആദ്യം നമ്പർ തിയറിയാണ് പഠിക്കുന്നതെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 2 ദിവസം കൊണ്ട് നിങ്ങൾ അതിന്റെ സിലബസ് ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ടത് അതിന്റെ PYQs എടുക്കുക. ആ PYQസിൽ നമ്പർ തിയറിയിൽ നിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നോക്കുക. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ സൊല്യൂഷൻസ് തേടി നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും. യൂട്യൂബിൽ ചിലപ്പോൾ വീഡിയോസ് ഒക്കെ ഉണ്ടാകും, അതൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അത് നിങ്ങൾ ക്ലിയർ ചെയ്ത് പോകും. അപ്പൊ നിങ്ങൾ ഓരോ മൊഡ്യൂളും പഠിക്കുമ്പം നിങ്ങൾ എന്ത് ചെയ്യണം, അത് റിലേറ്റഡ് ആയിട്ടുള്ള PYQs നിർബന്ധമായിട്ടും, PYQs ആകാം, സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അതായത് ഈ ഒരു സിലബസ് റിലേറ്റഡ് ആയിട്ട് ഏതൊക്കെ എക്സാംസ് വരുന്നോ അതിനൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പം നമ്മൾ വരുത്തുന്ന പ്രധാനപ്പെട്ട കുറച്ച് മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ മിസ്റ്റേക്ക് ആണ്, നമ്മൾ ഒരുപാട് തിയറി പഠിക്കും. നമുക്കിപ്പോ ഒരു 6 മാസം സമയം മുന്നിലുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒരു 5.5 മാസവും നമ്മൾ എന്ത് ചെയ്യും, തിയറി തന്നെ പഠിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ തിയറി പഠിച്ചതിന്റെ പേരിൽ നമുക്ക് ഒരു ബെനിഫിറ്റും ഉണ്ടാവില്ല. നമ്മൾ എത്ര തിയറി പഠിച്ചാലും അത് ക്വസ്റ്റ്യനിലേക്ക് അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ ഇല്ലയോ, അവിടെയാണ് നമുക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. അപ്പൊ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് തന്നെ പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മാത്സിന്റെ പോർഷനിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ വരുത്തുന്ന വളരെ വലിയൊരു മിസ്റ്റേക്ക് ആണ് മോക്ക് ടെസ്റ്റ് എഴുതാതിരിക്കുക എന്നുള്ളത്. ഓക്കെ, അതായത് നമ്മളൊരു കുറെ പഠിച്ചു, ഒരുപാട് കാര്യം പഠിച്ചു, കുറെ ക്വസ്റ്റ്യനും ചെയ്തു. അപ്പം ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ PYQs ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ടെൻഷനും ഇല്ല, ഒരു സ്ട്രെസ്സും ഇല്ല. പലരും അനുഭവിക്കുന്ന ഫേസ് ചെയ്യുന്ന വലിയൊരു ഡിഫിക്കൽട്ടിയാണ്. നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് PYQs നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. പക്ഷെ എക്സാം ഹാളിൽ ചെന്ന് അവിടെ നമ്മുടെ മുന്നിൽ വെറും 90 മിനിറ്റേ ഉള്ളൂ. ആ 90 മിനിറ്റും ഈ 100 ക്വസ്റ്റ്യനും ആ കയ്യിലുള്ളത്. ആ 90 മിനിറ്റിൽ നമ്മൾ എങ്ങനെ ആ 100 ക്വസ്റ്റ്യൻസ് അവിടെ അറ്റൻഡ് ചെയ്യുന്നു എന്നതിലിരിക്കും നമ്മുടെ ഇത്രയും കാലത്തെ കഠിനാധ്വാനത്തിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു 90 മിനിറ്റ്സ് നമുക്ക് അവിടെ പാനിക് ആവാൻ സമയമില്ല, നമുക്ക് രണ്ടാമതൊരു കാര്യം ചിന്തിക്കാൻ സമയമില്ല, സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ആ എക്സാം ഹാളിലെ പ്രഷർ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിലിരിക്കും. അപ്പൊ നിങ്ങൾ അത് ഹാൻഡിൽ ചെയ്യാൻ ശീലിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം. മോക്ക് ടെസ്റ്റ് നമുക്ക് തരുന്ന കോൺഫിഡൻസ് ചെറുതൊന്നും ആയിരിക്കില്ല. അതായത് നമ്മൾ ഒരു എക്സാമിന് പോകുന്നതിന് മുന്നേ മിനിമം ഒരു 15 to 20 മോക്ക് ടെസ്റ്റ് എങ്കിലും നമ്മൾ എഴുതിയിട്ടിരിക്കണം. അതായത് ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് തന്നെ, അതായത് ഈ 100 ക്വസ്റ്റ്യൻ വിത്ത് 90 മിനിറ്റ്സ്, അതേപോലെ ജനറൽ പാർട്ടും ഒക്കെ അടങ്ങിയിരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണോ എക്സാം ഹോൾ, അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഫോൺ നോക്കി എഴുതാൻ പോരുത്, ഗൂഗിൾ ചെയ്ത് എഴുതാൻ പോരുത്, അങ്ങനെ ഒന്നും ചെയ്യരുത്. അതായത് നമ്മൾ ശരിക്കും എക്സാം എഴുതുകയാണെന്നുള്ള രീതിയിൽ തന്നെ വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, അത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അത് വളരെ നിർബന്ധമായിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ എക്സാം ഹാളിലെ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ അത് വളരെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആയിരിക്കും. നല്ല രീതിയിൽ നമ്മളെ അത് സഹായിക്കുകയും ചെയ്യും. പിന്നെ ഉള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ലാക്ക് ഓഫ് റിവിഷൻ. നമ്മൾ കുറെ ടോപ്പിക് പഠിക്കും. ഇപ്പൊ നമ്മൾ ആദ്യം നമ്പർ തിയറി പഠിച്ചു, അതിനുശേഷം നമ്മൾ ചിലപ്പോൾ കോംപ്ലക്സ് അനാലിസിസ് പഠിച്ചു. അങ്ങനെ കോംപ്ലക്സ് അനാലിസിസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ചിലപ്പോൾ നമ്പർ തിയറിയിൽ കുറെ റിസൾട്ട്സ് ഒക്കെ മറന്നു പോയിട്ടുണ്ടാവും. നമ്മളത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളെല്ലാവരും സാധാ മനുഷ്യന്മാര് തന്നെയാണ്, അല്ലെ? അപ്പൊ നമുക്ക്
ഒരു പരിധി കൂടുതൽ ഇത്രയും പേപ്പേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മുടെ തലയിൽ ഇരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. റിവിഷൻ കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളൊരു 100% ആ സിലബസ് കവർ ചെയ്യുന്നതിലല്ല കാര്യം. നിങ്ങളൊരു 70% പഠിച്ചിട്ടുള്ളെങ്കിലും ആ 70%ൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഫുള്ള് ഒരു നെഗറ്റീവ് മാർക്കും വരുത്താതെ, ഒരു ക്വസ്റ്റ്യൻ പോലും കളയാൻ പറ്റാതെ അത് ഫുൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിലാണ് നമ്മുടെ സ്മാർട്ട് വർക്ക് ഇരിക്കുന്നത്. ഇത് മുഴുവൻ പഠിച്ചിട്ട് 100 മാർക്ക് വാങ്ങുന്ന ആരും ഉണ്ടാവില്ല. നിങ്ങൾ ഏത് PSC എക്സാം വേണമെങ്കിലും എടുത്ത് നോക്കിയാലോ 100 മാർക്ക് വാങ്ങുന്ന ആരെ നമുക്ക് കാണാൻ പറ്റൂല. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ നമുക്ക് അവിടെ സ്മാർട്ടായിട്ട് അവിടെ വർക്ക് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാ. പിന്നെ വരുത്തുന്ന വലിയൊരു മിസ്റ്റേക്ക് ആണ്, നമ്മൾ കുറേ നേരം ഇരുന്ന് പഠിക്കും, 2-3 മണിക്കൂർ ഇരുന്ന് പഠിക്കും, പക്ഷെ അതിന്റെ ഒരു ഔട്ട്പുട്ട് ഉണ്ടാവില്ല കാര്യമായിട്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നതിലല്ല, ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം മാക്സിമം പ്രൊഡക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കും. ഇപ്പൊ 1 മണിക്കൂറേ ഒരാൾ പഠിച്ചുള്ളെങ്കിലും ആ 1 മണിക്കൂർ അയാൾ എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്കത് ആ 1 മണിക്കൂർ അയാൾ പഠിച്ചതിൽ നിന്ന് കോൺസെപ്റ്റ് അയാൾ ക്ലിയർ ആക്കിയിട്ടുണ്ടാവും, കണ്ടന്റ് അയാൾ വ്യക്തമാക്കിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതിനുള്ള ക്വസ്റ്റ്യൻസ് അയാൾക്ക് ചെയ്യാൻ കിട്ടും. നമ്മളൊരു ഏക ഐഡിയയിൽ കുറെ നേരം അതിന്റെ മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരുന്നു, കുറച്ച് അവിടുന്ന് വായിച്ചു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് വായിച്ചു, അതിൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. സമയം വെറുതെ വേസ്റ്റ് ആക്കാന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നതിലല്ല കാര്യം, ഇൻവെസ്റ്റ് ചെയ്യുന്ന അത്രയും സമയം വളരെ പ്രൊഡക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നതിലാണ് കാര്യം. പിന്നെ മോക്ക് ടെസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് നല്ലപോലെ മനസ്സിലാക്കുക. എക്സാം ഹാളിലെ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ വേറെ ഒരു വഴിയില്ല. നമ്മൾ ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് തന്നെ നമുക്കത് പ്രാക്ടീസ് ആകുള്ളൂ. പിന്നെ വരുന്നതാണ് നമ്മൾ റിവൈസ് ചെയ്യാന്നുള്ളത്. നിർബന്ധമായിട്ടും നമ്മൾ റിവൈസ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി ഇത് എങ്ങനെ നമുക്ക് ടൈം മാനേജ് ചെയ്ത് പഠിക്കാം? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത്ര കാലയളവിന്റെ ഇടയിൽ നമ്മൾ ഒരു 2 വർഷം കൊണ്ടാണ് ഈ PGക്ക് ഇത്രയും പേപ്പറൊക്കെ പഠിച്ചത്, എങ്ങനെയായിരിക്കും നമ്മളൊരു ഇത്ര കാലയളവിന്റെ ഇടയിൽ ഇത് മുഴുവൻ പഠിച്ചു തീർക്കാം? നമ്മളിപ്പോ റെക്കോർഡഡ് ക്ലാസ് കാണുന്ന വിചാരിച്ചാൽ ഒരുപാട് ക്ലാസ് ഉണ്ടാവും, ഇത് മുഴുവൻ എനിക്ക് കണ്ടു തീർക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ എക്സാമിന് എഴുതുന്ന മെജോറിറ്റി ആൾക്കാരും എന്തായിരിക്കും? ഓൾറെഡി വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, സർവീസിലുള്ള ആൾക്കാരായിരിക്കാം, മറ്റേതെങ്കിലും തസ്തികകളിൽ ജോലിയിലുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഗസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ ഫീൽഡിൽ ട്യൂഷൻ എടുത്ത് വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ ഹൗസ് വൈഫ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ വരെ ഉണ്ടാകും. അതായത് ഒരുപാട് പേര് ചിലപ്പം കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി, കുട്ടികൾ ചെറുതായിട്ട് അവരെ നോക്കിയിരിക്കുന്ന ആ ഒരു കാറ്റഗറിയിലും ഒരുപാട് പേരുണ്ടാകും. ആൻഡ് ഇതിലൊന്നും കൂടാതെ നല്ല അഡ്വാൻറ്റേജ് ഉള്ള ഫുൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരും ഉണ്ടാകും. ഓക്കെ, അപ്പൊ അതിൽ ഫുൾ ടൈം ഇൻവെസ്റ്റേഴ്സിനോട് ഞാൻ ആദ്യമേ പറയാണ്, നിങ്ങൾക്ക് വളരെ നല്ലൊരു അഡ്വാൻറ്റേജ്, കാരണം ഒരുപാട് പേർക്ക് ഇല്ലാത്തൊരു അവസരമാണ്, ഒരുപാട് പേർക്ക് ഇല്ലാത്തൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഫുൾ ടൈം വേറെ ഒരു പ്രാരാബ്ദങ്ങളും ഇല്ല, ഫുൾ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരിക്കലും ഭാവിയിൽ ഞാൻ എന്റെ സമയം വെറുതെ കളഞ്ഞു എന്ന് റിഗ്രറ്റ് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾ അത്രയും അതിനോട് ആത്മാർത്ഥത പുലർത്തി നല്ല രീതിയിൽ ഫുൾ ടൈം ആയിട്ട് പഠിക്കാൻ, വേറെ ഒന്നിനും പോകുന്നില്ല, PSC കിട്ടിയേ അടങ്ങും, അതിനുവേണ്ടി തന്നെ ഇരിക്കാൻ എന്നുള്ള രീതിയിൽ ഒരു റെസ്പോൺസിബിലിറ്റീസും ഇല്ലാതെ പഠിക്കാൻ വേണ്ടിയിട്ട് സാഹചര്യമുള്ള ആൾക്കാർ മിനിമം ഒരു 10 to 12 hours എങ്കിലും ഒരു ദിവസം കണ്ടെത്തി പഠിക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി ഞാൻ നമ്മുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അടങ്ങിയ മറ്റൊരു കാറ്റഗറി, അല്ലെ, ഓൾറെഡി വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ ഒരുപാട് വീട്ടമ്മമാരായിരിക്കാം, ചെറിയ കുട്ടികൾ ഉണ്ടാകും, മക്കളെ നോക്കണം, അവരുടെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ ഒരുപാട് കാര്യങ്ങൾ നോക്കണം, കുക്ക് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം, അങ്ങനെയുള്ള ആൾക്കാരുണ്ടോ? അപ്പൊ ഇതിന്റെ ഇടയിലൊക്കെ ഞാൻ എപ്പോഴാണ് ഇനി പഠിക്കുക? ഞാൻ PG കഴിഞ്ഞിട്ട് ഒരുപാട് കാലമായി, ഇനി ഞാൻ വേണമെന്ന് വിചാരിച്ചാൽ പോലും എനിക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? ഒക്കെ നമുക്ക് ഒരുപാട് സ്ട്രെസ്സിലായിരിക്കും നമ്മൾ ജീവിച്ചു പോകുന്നത്. 100% നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇനി വരുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ടൈം ടേബിൾ മനസ്സിൽ പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ വെളുപ്പിന് 4:30 എഴുന്നേക്കാന്ന് വിചാരിച്ചോ, ഒരു 4:30 മുതൽ 6 മണി വരെ ഒരു 1.5 മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാലോ. വളരെ നല്ല ഫ്രഷ് അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു സമയമാണ്. ആ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ടോപ്പിക് നിങ്ങൾ എടുത്ത് പഠിച്ചോ, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഈ 6 മണിക്ക് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പിന്നെ നമ്മൾ എല്ലാവരും എഴുന്നേറ്റ് വരുന്ന സമയമൊക്കെ ആവുമല്ലോ, അപ്പൊ നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാം, ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാം, മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കുക, എല്ലാം ചെയ്യാം. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് ഫ്രീ ആവും. പിന്നെ ഒരു 10:30 അല്ലെങ്കിൽ 10 മണി മുതൽ ഒരു 12-12:30 വരെ അത്രയും സമയം നമുക്ക് പഠിക്കാൻ സാധിക്കുമല്ലോ. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ആ സമയത്ത് ജനറൽ പേപ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പൊ നമ്മൾ രാവിലെ ഒരു 1.5 മണിക്കൂർ പഠിച്ചു, അതിനുശേഷം ഒരു മണിക്കൂർ 1.5 മണിക്കൂറും കൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. 10:30 to 12 അല്ലെങ്കിൽ 10 to 12 10 to 12 എങ്ങനെയാണോ നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ സാഹചര്യം അനുസരിച്ച് 1, 1.5, 2 മണിക്കൂർ നമുക്ക് അവിടെ കണ്ടുപിടിക്കാൻ സാധിക്കും.
ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും ഒരു 2:30 to 3:30 ഒരു അരമണിക്കൂറെങ്കിലും പലരും മിക്കവരും ഒന്നൊരു ചെറിയ ഉറക്കമെങ്കിലും നമ്മൾ ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കാം. ആ സമയം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മൾക്ക് എനിക്ക് ഈ ജോലി വേണം, എനിക്ക് ഈ ജോലി അത്യാവശ്യമാണ്, അതിനുവേണ്ടി ഞാൻ കുറച്ച് സാക്രിഫൈസ് ചെയ്താലേ എനിക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മളോട് തന്നെ പറഞ്ഞ് നല്ല സ്ട്രോങ് ഡിറ്റർമിനേഷനോടെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനിരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ സ്ഥിരം ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരും കൂടെ ആണെങ്കിൽ ആ സമയത്ത് നമുക്ക് ഉറപ്പായിട്ട് ഉറക്കം വരും. നമ്മൾ സാധാരണ മനുഷ്യരാണല്ലോ. അപ്പൊ നിങ്ങൾ ആ സമയത്ത് എന്ത് ചെയ്യണം, ആ സമയത്ത് നിങ്ങൾ PYQs ചെയ്യാൻ പോവുക. അതായത് ഇപ്പൊ നിങ്ങൾ രാവിലെ ഒരു ടോപ്പിക് പഠിച്ചു, ആ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. നമുക്കിങ്ങനെ ഉറക്കം വരുന്ന ഫ്രഷ് ആയിട്ടുള്ള സമയത്ത് നമ്മൾ പുതിയ ടോപ്പിക്കുകൾ പഠിക്കുക. അതേപോലെ നമുക്കിങ്ങനെ എന്താ പറയാ അധികം എഫക്റ്റീവ് ആകില്ല, എന്നാലും ഈ സമയം എനിക്ക് ഉപയോഗിക്കണം, അങ്ങനെയുള്ള സമയം ഉണ്ടാവും. അതിനൊരു ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ ഉച്ച കഴിഞ്ഞത്തെ ഈ സമയം. ആ സമയം നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള സമയത്തൊക്കെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അത്രയും ബോറടിക്കില്ല, അത്രയും ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. ഓക്കെ, പിന്നെ നമ്മൾ വൈകുന്നേരമായി എഗെയിൻ നമ്മുടെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരും, എഗെയിൻ നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയി. ഇതൊക്കെ കഴിഞ്ഞ് രാത്രി ചിലർക്ക് ഒരു 9 മണി to 10 മണി, 9 to 11, അല്ലെങ്കിൽ ഒരു 10 to 11, ഒരു മണിക്കൂറെങ്കിലും എല്ലാവർക്കും അത് എങ്ങനെയാണോ നമ്മുടെ സാഹചര്യം അതിനനുസരിച്ച് നമുക്ക് വേണമെന്ന് വെച്ചാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ നമുക്കൊരു 6 hours എങ്കിലും ഒരു ദിവസം നമ്മൾ എങ്ങനെ ഒരു എന്താ പറയാ സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു ലൈഫിലാണെങ്കിൽ പോലും നമ്മൾ വേണമെന്ന് വെച്ചാൽ ഒരു 6 hours എങ്കിലും നമുക്ക് എന്താണെങ്കിലും കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മൾ പഠിക്കുവാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്കിങ്ങനെ പലർക്കും ഇങ്ങനെ ഇരുന്ന് പഠിക്കാനൊക്കെ സമയം കിട്ടുന്നുണ്ടോ, എനിക്ക് അങ്ങനെ സമയം കിട്ടുന്നില്ല, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ മാത്സ് ആസ്പിറൻസ് ആണല്ലോ. അപ്പൊ മാത്സ് പഠിക്കാൻ എന്താണ് നമുക്ക് വായിച്ചു പഠിക്കാൻ പറ്റില്ല, നമുക്ക് നന്നായിട്ട് അറിയാം. കുറെ ഫോർമുലാസ് ഒക്കെ ഓർത്ത് വെക്കാനൊക്കെ അല്ലാതെ നമുക്ക് അത് ഇരുന്ന് പഠിക്കുക തന്നെ വേണം. പക്ഷെ നമുക്ക് വായിച്ചു പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗമുണ്ട്. ആരാള് കോൺസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ GK, കറണ്ട് അഫയേഴ്സ്, റിനൈസൻസ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് മെത്തഡോളജി, ഇതൊക്കെ ഇതെന്ത് ചെയ്യാം, നിങ്ങളിപ്പോ കുക്ക് ചെയ്യുമ്പോഴോ ക്ലീൻ ചെയ്യുമ്പോഴോ ഒരു ഹെഡ്സെറ്റും വെച്ചിട്ട് നിങ്ങൾ ആ ക്ലാസ് അങ്ങോട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ക്ലാസ്സസ് ഇങ്ങനെ ഓഡിയോ ക്ലാസ് നമുക്ക് കേട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചെടുക്കുക. അപ്പൊ അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ എല്ലാം എഴുതി പഠിക്കണമെന്നൊന്നും നിർബന്ധമില്ല, കേട്ടും പഠിക്കാവുന്ന ഭാഗങ്ങളാണ്. അപ്പൊ നമുക്കൊരു ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ അങ്ങനെയും പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ ടൈം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ള വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ കുറച്ച് സ്റ്റിക്കി നോട്ട്സ് ഒക്കെ ഈ ഭിത്തിയിലൊക്കെ തൂക്കി വെക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഭിത്തിയിലൊക്കെ ഒട്ടിച്ചു വെക്കുക എന്നുള്ളത്. അതായത് ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ കിച്ചണിലാണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ രാവിലെ ഏത് പഠിച്ചു, കോംപ്ലക്സ് അനാലിസിസ് പഠിച്ചു. അപ്പൊ കോംപ്ലക്സ് അനാലിസിസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഇക്വേഷൻസ്, കോഷി റീമാൻ ഇക്വേഷൻ, ഓക്കെ, കോഷി ഇന്റഗ്രൽ ഫോർമുല, അങ്ങനെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട്സ് എന്ത് ചെയ്യുക, നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ നോട്ടം പോകുന്ന ഏതെങ്കിലും ഒരു കോണിൽ നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും സ്റ്റിക്കി നോട്ട്സ് ഒക്കെ ഒന്ന് പേസ്റ്റ് ചെയ്ത് വെക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നോട്ടം പോകുമ്പോൾ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ ആ റിസൾട്ട്സും ഫോർമുലാസും ഒക്കെ എന്ത് ചെയ്യും, നമ്മുടെ ഉള്ളിലേക്ക് അത് വന്നിട്ടുണ്ടാകും. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ മോക്ക് ടെസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് വളരെ വളരെ വലുതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വലിയൊരു ഇമ്പാക്ട് അതിനുണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് സാധിക്കും മോക്ക് ടെസ്റ്റ്. പിന്നെ അതേപോലെ റിവിഷൻ. നമ്മൾ ഈ അവസാന നിമിഷം വരെ പുതിയ ടോപ്പിക് പഠിച്ചുകൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരം ഉണ്ടാവില്ല. നമുക്ക് ടെൻഷനായി അവസാനം ഉള്ളതും കൂടെ പോകുകയുള്ളൂ. നിങ്ങൾ എക്സാമിന് ഒരു 1 month മുന്നേ അല്ലെങ്കിൽ ഒരു 10-20 ദിവസം മുന്നെങ്കിലും ആക്ച്വലി നിങ്ങളുടെ പ്രിപ്പറേഷൻ നിർത്തണം. എന്നിട്ട് നിങ്ങൾ പിന്നെ പുതിയ ടോപ്പിക് പഠിക്കാൻ ഒരിക്കലും നിൽക്കരുത്. നിങ്ങൾ പഠിച്ച ടോപ്പിക് മാക്സിമം സ്ട്രോങ് ആക്കുക. ഇപ്പൊ നിങ്ങൾ ലീനിയർ ഓൾജിബ്ര പഠിച്ചിട്ടുണ്ടെങ്കിൽ ലീനിയർ ഓൾജിബ്രയിൽ നിന്ന് വരുന്ന 7 ക്വസ്റ്റ്യനും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റണം. മനസ്സിലായോ? അതായത് നമ്മളിപ്പം 10 മൊഡ്യൂളും പഠിച്ചു, പക്ഷെ എല്ലാ മൊഡ്യൂളിൽ നിന്നും ഒരു 2-3 ക്വസ്റ്റ്യൻ വീതേ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പം ചിലപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനും പറ്റില്ല. വേഗ് ഐഡിയ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, പഠിക്കുന്ന കാര്യം വൃത്തിക്ക് തന്നെ പഠിച്ചു പോകണം. ഓക്കെ, പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സിലബസ് മാപ്പിംഗ് ഉണ്ട്, പിന്നെ ഫോർമുല ആൻഡ് തിയറം മാസ്റ്റർ. ഞാൻ പറഞ്ഞു ഫോർമുലാസ് ഒക്കെ നമ്മൾ നിർബന്ധമായിട്ട് ഫസ്റ്റ് നമ്മൾ സിലബസ് അറിഞ്ഞിരിക്കുക. പിന്നെ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലാസ് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ കളക്ട് ചെയ്ത് അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ പിന്നെ ടൈം മാനേജ്മെന്റ് ആൻഡ് പ്രാക്ടീസ്, എങ്ങനെ നമ്മൾ എഫക്റ്റീവ് ആയിട്ട് നമ്മുടെ ടൈം മാനേജ് ചെയ്ത് പോകണം. അതേപോലെ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ തിയറി വലിച്ചുവാരി പഠിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തു, ഞാൻ പറഞ്ഞല്ലോ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്താൽ മാത്രം പോരാ, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ എക്സാം ഹാളിലെ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തതാണ് സ്മാർട്ട് ഗസ്സിംഗ് സ്ട്രാറ്റജി. ഓക്കെ, അതായത് ഇപ്പൊ നമ്മുടെ മുന്നിലേക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടി. സപ്പോസ് നമുക്ക് ആ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, പക്ഷെ അത് സംബന്ധിച്ച് എന്തൊക്കെയോ കുറച്ച് ഇൻഫർമേഷൻസ് നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. ഓക്കെ, അപ്പൊ 4 ഓപ്ഷനിൽ 3 ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയാൽ
എക്സാക്ട്ലി അത് എങ്ങനെയാ സോൾവ് ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിൽ പോലും 3 എലിമിനേറ്റ് ചെയ്യണം. 3 അല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ 4മത്തത് ആൻസർ ആണ് നമുക്ക് ഉറപ്പിക്കാലോ. അങ്ങനെ കുറച്ച് സ്മാർട്ട് വർക്കും കൂടെ നമ്മൾ എന്ത് ചെയ്യണം. എല്ലാം നമുക്ക് അറിഞ്ഞിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. അങ്ങനെ എല്ലാം അറിഞ്ഞിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല ഈ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ആദ്യം വരുന്നതൊന്നും. ഓക്കെ, അവരെല്ലാം ഒരു സ്മാർട്ട് ഗസിംഗ് സ്ട്രാറ്റജി നടത്തുന്ന ആൾക്കാരായിരിക്കും 100%. അവരുടെ പ്രഷർ ഹാൻഡിൽ ചെയ്യുന്നത്, എക്സാം ഹോളിൽ അവരുടെ ടെൻഷൻ സ്ട്രെസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നതിലൊക്കെ അവിടെയാണ് അവര് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. നമ്മളും തമ്മിൽ അവര് കൂടുതൽ കഴിവുള്ളവരോ നമ്മൾ കുറവ് കഴിവുള്ളവരോ അങ്ങനെ ഒന്നും ആയിരിക്കില്ല. നമ്മുടെ ഒക്കെ കഴിവ് ഒരേപോലെ ആയിരിക്കും. നമ്മളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ടൈം, നമ്മുടെ എഫേർട്ട് എല്ലാം ഒരേപോലെ ആയിരിക്കും. പക്ഷെ വ്യത്യാസം വരുന്നത് എപ്പോഴാ, അവരെങ്ങനെയാണ് അവിടെ ആ ഒരു സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുന്നത്, പ്രഷർ ഹാൻഡിൽ ചെയ്യുന്നത്, ഓരോ ക്വസ്റ്റ്യനും അവരെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരമാവധി എളുപ്പത്തിൽ പരമാവധി വേഗത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ ഈ എക്സാമിന് എസ് എഴുതുന്ന പോലെ, വലിയ ഡിസ്ക്രിപ്റ്റീവ് എക്സാം എഴുതുന്ന പോലെ നമ്മളിത് ചെയ്ത് കണ്ടുപിടിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ 100 ക്വസ്റ്റ്യനും വായിച്ചു പോലും എത്തില്ല. അതിനു മുന്നേ തന്നെ നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഒരു സ്മാർട്ട് ഗസിംഗ് സ്ട്രാറ്റജി അത് കമ്പൽസറി ആണ്. കാരണം അതുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും കാണാനെങ്കിലും പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ ഞാൻ പറഞ്ഞില്ല, ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് പോലും സമയമില്ല. അപ്പൊ 70 ക്വസ്റ്റ്യൻ അതിൽ മാത്സ് നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്യണം. അത് നമ്മുടെ PG സിലബസ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ 100 ക്വസ്റ്റ്യനും കണ്ടെത്തുക? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നല്ല റാങ്കിൽ വരുന്ന എല്ലാവരും ദേ ഓൾവേസ് യൂസ് എ സ്മാർട്ട് ഗസിംഗ് സ്ട്രാറ്റജി. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ റാങ്കിലേക്ക് വരാൻ പറ്റുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, റെഗുലർ റിവിഷൻ നിർബന്ധമാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. നമ്മൾ ഒരു 3 മാസം മുന്നേ പഠിച്ച കാര്യങ്ങൾ പിന്നെ നമ്മൾ അതിൽ സ്ട്രോങ് ആയിരുന്നു. അന്ന് നമ്മൾ നോക്കിയപ്പോൾ എല്ലാ PYQ നമുക്ക് ചെയ്യാൻ പറ്റി. 3 മാസം കഴിഞ്ഞ് വേറെ കുറെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിൽ കുറെ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അത് എഗെയിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ നിങ്ങൾ വരുത്തരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ മൊഡ്യൂളും കഴിഞ്ഞ് പുതിയ മൊഡ്യൂളിലേക്ക് പോകുമ്പോഴും നിർബന്ധമായിട്ടും റിവിഷന് വേണ്ടിയിട്ട്, അത് എല്ലാ ദിവസവും നിങ്ങൾക്ക് റിവിഷൻ പോസിബിൾ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ വീക്കിലും ഞാൻ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഞാൻ റിവൈസ് ചെയ്തിരിക്കും. അത് നിങ്ങൾ നിർബന്ധമായിട്ടും അതിനൊരു സമയം കണ്ടെത്തുകയും അത് റിവൈസ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇന്ന് കുറച്ച് സാക്രിഫൈസ് ചെയ്ത് കുറച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാളെ ഒരു ദിവസം നമുക്ക് അഭിമാനിക്കാൻ പറ്റും, ഞാൻ ഇന്ന് ഫോക്കസ്ഡ് ആയിട്ടിരുന്നു അതുകൊണ്ട് എനിക്ക് ഈ ജോലി കിട്ടിയെന്ന്. അല്ലെങ്കിൽ നമുക്ക് എന്നും അന്ന് ഞാൻ പഠിച്ചിരുന്നെങ്കിൽ, അന്ന് എനിക്ക് കുറച്ചും കൂടെ പഠിക്കാൻ പറ്റിയ സാഹചര്യമായിരുന്നു, പക്ഷെ ഞാൻ പഠിച്ചില്ല. പിന്നെ നമ്മുടെ സാഹചര്യത്തെ പഴിക്കും, നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ റിഗ്രറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇതെല്ലാം നമ്മുടെ കയ്യിൽ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈലും ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങളും എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ അതിനെ ഏത് പെർസ്പെക്റ്റീവിൽ എടുക്കുന്നതാണ്. നമുക്ക് അയ്യോ എന്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയല്ലോ, എനിക്ക് ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ, എനിക്ക് ഇത്ര ഓപ്പർച്യൂണിറ്റി ഇല്ലാണ്ടായിപ്പോയല്ലോ, നമ്മൾ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ്സ് തന്നെ വരുള്ളൂ. അതേസമയം നമുക്ക് ഉള്ളതിൽ എങ്ങനെയെങ്കിലും നമ്മളൊരു പോസിറ്റിവിറ്റി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് ഉറപ്പായിട്ടും അതിനൊരു റിസൾട്ട് നിങ്ങൾക്ക് ഷുവർ ആയിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സ്മാർട്ട് വർക്കിലൂടെ നമുക്ക് എന്താണെങ്കിലും ഈ NVT മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന ഒരു സംശയമാണ് ഇതിന്റെ ഒരു എന്താ പറയാ നിയമനത്തെ പറ്റി, അല്ലെങ്കിൽ എത്രമാത്രം വേക്കൻസി ഉണ്ട് എന്നൊക്കെ. HSST എല്ലാവരുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും വരുന്ന ഒരു ഡൗട്ടാണ്, HSSTയുടെ അത്രയും വേക്കൻസി NVTക്ക് ഉണ്ടാകുമോ, NVT പഠിക്കുന്നത് കൊണ്ട് കാര്യം ഉണ്ടാവുമോ? ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഒരൊറ്റ പോസ്റ്റ് മതിയല്ലോ. അല്ലാതെ ഒരു 10-20 പോസ്റ്റോ അല്ലെങ്കിൽ 100 പോസ്റ്റ് ഒന്നും വേണ്ട. നമ്മൾ ഒരൊറ്റ പോസ്റ്റിലെ ജോലിക്ക് കയറാൻ പോകുന്നുള്ളൂ ആണല്ലോ. അപ്പൊ അത് നമ്മുടെ മുന്നിലുണ്ട്. അത് നമ്മൾ ലക്ഷ്യം വെച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരു പോസ്റ്റ് ആണെങ്കിലും നമുക്കുള്ളതാണെങ്കിൽ നമ്മൾ അതിന് എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടിയിരിക്കും. ആ ഒരു ഡിറ്റർമിനേഷനോടെ നിങ്ങൾ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഫോക്കസ് ടുഡേ ദെൻ സക്സസ് വിൽ ബി ദ ടുമോറോ വിത്ത് യു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഈ എക്സാം റിലേറ്റഡ് ആയിട്ടോ അതിന്റെ സിലബസ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അങ്ങനെയുള്ള എന്ത് കാര്യവും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്, എന്ത് ചോദിക്കണം എന്നുണ്ടെങ്കിലും. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിച്ചു തരാം. അതായത്
നമ്മളിത് പഠിക്കണമല്ലോ, ഇത് പഠിച്ചാലേ എനിക്ക് എന്തെങ്കിലും ആകാൻ പറ്റുള്ളൂ, അങ്ങനെ വല്ലാണ്ട് സ്ട്രെസ് ചെയ്ത് പഠിക്കരുത്. നമ്മൾ റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് നമ്മുടെ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെട്ട് ഈ പഠിക്കുന്നത് ഒരു എൻജോയ്മെന്റ് ആയിട്ട് കണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കിതൊരു ബേർഡൻ ആയിരിക്കില്ല. ഇതൊരു ബേർഡൻ ആയിരിക്കും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഓൾവേസ് ബി എ ബേർഡൻ ഫോർ us. പക്ഷെ നമ്മളത് എന്താ പറയാ, നമ്മുടെ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെട്ട് ഒരു റിലാക്സേഷൻ പോലെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതൊക്കെ ഒരു റിലാക്സേഷൻ ആയിട്ട് കണ്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോ. നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കൺഫ്യൂഷൻസ് എക്സാം ആയിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എനിത്തിങ് എൽസ്? ഓക്കെ, സോ അപ്പൊ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ NVT മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ ഇപ്പൊ വീണ് കിട്ടിയിരിക്കുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ്സാക്കരുത്. അപ്പൊ നിങ്ങളുടെ ഒരു ഗവൺമെന്റ് ജോലിയിൽ എത്തുക എന്നുള്ള ആ ഒരു സ്വപ്നം അത് സാക്ഷാത്കരിക്കട്ടെ. എല്ലാവർക്കും അതിനുവേണ്ടി സാധിക്കട്ടെ. നന്നായിട്ട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.